അപ്പോ ഇന്നത്തെ ഡിസ്കഷനില് ആലിഫാറ്റിക് ആരോമാറ്റിക് അമീൻസും ആരോമാറ്റിക് അമീൻസും പിന്നെ റിയാക്ഷൻസ് ഓഫ് സിന്തറ്റിക് ഇമ്പോർട്ടൻസ്, പോളിന്യൂക്ലിയർ ഹൈഡ്രോ കാർബൺസ് ആൻഡ് ഹെട്രോസൈക്ലിക് കെമിസ്ട്രി ഇവയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ പോവാം. ഓക്കെ, ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഓർഗാനിക് കെമിസ്ട്രിന്ന് പോസിബിൾ ആയിട്ടുള്ളത്? നിങ്ങൾ മുൻപത്തെ ഡ്രഗ് ഇൻസ്പെക്ടർ ഒക്കെ എഴുതിയ ആൾക്കാരല്ലേ, ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പോസിബിൾ ആയിട്ടുള്ളത്? നെയിം റിയാക്ഷൻസ് യെസ്, നെയിം റിയാക്ഷൻസ്. അതിന്ന് എങ്ങനെയൊക്കെ ചോദിക്കാം പോസിബിലിറ്റീസ്? റിയേജൻസ് നെയിംഡ് റിയാക്ഷൻസിൽ നിന്ന് റിയേജൻസ് ചോദിക്കാം. പിന്നെ റിയേജൻസ് ചോദിക്കാം. കൂടാതെ യെസ്, പ്രൊഡക്റ്റ് ചോദിക്കാം അല്ലെ, പ്രൊഡക്റ്റ് ചോദിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതെങ്കിലും മെഡിസിനൽ കോമ്പൗണ്ട്സ് ഇതിൽ നിന്ന് സിന്തസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ സിന്തസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആപ്ലിക്കേഷൻസ് യെസ്, ആപ്ലിക്കേഷൻസ് എന്ന രീതിയിൽ. പിന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ത്രൂ ആണ് ആ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ ആ രീതി ചോദിക്കാം. പിന്നെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എങ്ങനെ? റിയാക്ഷൻ കണ്ടീഷൻസ് റിയാക്ഷൻ കണ്ടീഷൻസ് ചോദിക്കാം. റിയാക്ഷൻ കണ്ടീഷൻസ് ചോദിക്കാം, റിയേജൻസ് ചോദിക്കാം. അതുപോലെ ഞാൻ അതായിരുന്നു ഇടയിലൊന്ന് പറഞ്ഞില്ലേ, അതായത് ഏത് പ്രൊഡക്റ്റ് ആണ് ഫോം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഏത് മേജർ ഇന്റർമീഡിയറ്റ് ആണ് ഇൻവോൾവ് ആയെന്ന് വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ഏതൊക്കെ രീതിയിൽ ചോദിക്കാം? ഏതാ? റിയേജൻസ് എന്ന് പറഞ്ഞതിൽ റിയാക്ടൻസും കാറ്റലിസ്റ്റും ഒരുമിച്ചാണ് ഉദ്ദേശിച്ചത്. ചോദിക്കാം. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റിയാക്ഷൻസ് വൈസ് ചോദിക്കാം അല്ലെ. ഇനി ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് അമീൻസ്, അതിനകത്ത് നിങ്ങളുടെ സിലബസിൽ ബേസിസിറ്റി ആണ് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നോട്ടില് റിയാക്ഷൻസും പ്രിപ്പറേഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ബിഫാമിന്റെ ഒക്കെ സിലബസിൽ ഈ ബേസിസിറ്റി മാത്രമായിട്ടാണ് പറഞ്ഞെങ്കിലും ബാക്കിയുള്ളതൊന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ നമുക്കറിയില്ല, ഇവർ ചിലപ്പോൾ സിലബസ് അങ്ങനെ കോപ്പി ചെയ്തിട്ടതാണെങ്കിൽ അത്തരത്തിലുള്ള ബാക്കി എല്ലാ ടോപ്പിക്കും നോക്കിയാലും നിങ്ങൾക്ക് കാണാം അതിനകത്ത് സിന്തസിസും റിയാക്ഷനും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പോർഷനും കൂടെ ഇട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അഡീഷണൽ റീഡിംഗ് വേണ്ടവർക്ക് അത് വായിക്കാം. ഓക്കെ, പിന്നെ പോളിന്യൂക്ലിയർ ഹൈഡ്രോ കാർബൺസ് ആൻഡ് ഹെട്രോസൈക്ലിക്, ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും അല്ലെ. മെഡിസിനൽ കെമിസ്ട്രിയിലെ എത്രയധികം ക്വസ്റ്റ്യൻസ് ആണ് ഒരു റിംഗ് ബേസ്ഡ് ആയിട്ട്, ന്യൂക്ലിയസ് ബേസ്ഡ് ആയിട്ട് ചോദിക്കാറുള്ളത് അല്ലെ. അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയും മെഡിസിനലും ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങളുണ്ട്, അങ്ങനെ പഠിക്കുന്ന ചില കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നിങ്ങൾ പഠിച്ചതിന്റെ ബേസിൽ പറയാൻ ശ്രമിക്കാം. ആലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് അമീൻസ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഓക്കെ, വളരെ സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. When all hydrogen atoms in ammonia are substituted, including the lone pair on nitrogen, results in primary amine ആണോ, secondary amine ആണോ, tertiary ആണോ, quaternary ആണോ? Yes. അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം NH3 അല്ലെ. NH3 ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഇത് എന്ത് അമീന? ഇതാ RNH2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് പ്രൈമറി അമീൻ അല്ലെ. യെസ്, ഒരു ഹൈഡ്രജനും കൂടെ ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് ഒക്കെ R2NH. ഇതോ സെക്കൻഡറി. ഓക്കെ, ഇനി ഒരു ഹൈഡ്രജനും കൂടി ഉണ്ട്, അതിനും കൂടെ ഞാൻ റീപ്ലേസ് ചെയ്ത് ആൽക്കൈൽ ഗ്രൂപ്പ് ആക്കി R3N. ദിസ് ഇസ് ടെർഷ്യറി അല്ലെ. നോർമലി നൈട്രജന്റെ വാലൻസി 3 ആണ്. ദാറ്റ് മീൻസ് നൈട്രജന്റെ വാലൻസി 3 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജനാകെ 3 ബോണ്ടാണ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മീനിങ് അല്ലെ. ബട്ട് സ്റ്റിൽ അമോണിയയിലെ നൈട്രജന്റെ മുകളിൽ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ലോൺ പെയർ ഇല്ലേ, ഈ ലോൺ പെയറിനെയും വേണമെന്നുണ്ടെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു സെപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം അല്ലെ. ഇപ്പൊ ഒരു ഹൈഡ്രജൻ എക്സ്ട്രാ ഒരു പ്രോട്ടോൺ വന്നു. സാധാരണഗതിയിൽ ഒരു ബോണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ ഒരു ആറ്റത്തിന്റെയും ഒരു കോവലൻ ബോണ്ട് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാ? NH എന്ന് പറഞ്ഞ ബോണ്ടിൽ ഒരു ഇലക്ട്രോൺ അല്ലേ ഈ കോവലൻ ബോണ്ടിലുള്ള ഒരു ഇലക്ട്രോൺ ഹൈഡ്രജന്റെയും ഒരു ഇലക്ട്രോൺ നൈട്രജന്റെയും ആയിരിക്കും അല്ലെ. സാധാരണഗതിയിൽ ഈക്വൽ ഷെയറിംഗ് ആണ് വരുന്നത്. പക്ഷെ ഒരു H+ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ ഇപ്പൊ സ്വന്തമായിട്ട് ഇലക്ട്രോൺ ഇല്ല. അപ്പൊ അതുകൊണ്ട് നൈട്രജന്റെ ലോൺ പെയറിൽ 2 ഇലക്ട്രോണും കൂടി എടുത്തിട്ടാണ് 4ാമത്തെ ആൾ എന്ത് ചെയ്യുക? ബോണ്ട് ഉണ്ടാക്കുക.
അപ്പൊ നൈട്രജനെ സംബന്ധിച്ച് ഒരു ഇലക്ട്രോൺ നഷ്ടമല്ലേ. സോ ക്വാട്ടർണറി അമോണിയം എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? NH4+, അല്ലേ? സോ ദ ആൻസർ ഇസ് ക്വാട്ടർണറി അമോണിയം സോൾട്ട്. ഇത് ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല മാഡം. Okay. Next, the following statements about the structure of amines is false except. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് അമീൻസിനെ കുറിച്ചുള്ള ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഫോൾസ്? ഫോൾസ് എന്നാണോ ചോദിച്ചിരിക്കുന്നത്? ഫോൾസ് എക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് നോക്കണം. ഏതാ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? The nitrogen atom is sp2 hybridized ആണോ അമീൻസിൽ? അല്ല. അല്ല അല്ലേ? യെസ്. ഏത് ഹൈബ്രിഡൈസേഷനാ? sp3 hybridization ആണ്. Yes. Then the nitrogen atom forms 4 single bonds. Normally 4 single bond ഫോം ചെയ്യോ? ഇല്ല. നോർമൽ അതിന്റെ വാലൻസ് വെച്ചിട്ട് 4 സിംഗിൾ ബോണ്ട് ഫോം ചെയ്യോ? ഇല്ല. നോർമലി അതിന് കേപ്പബിൾ ആയിട്ടുള്ള ബോണ്ട് ഫോർമേഷൻ എന്ന് പറയുന്നത് 3 ബോണ്ട്സ് ആണ് ഫോം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മൂന്നാമത്തെ ഓപ്ഷൻ സി എന്താ? The nitrogen atom has a lone pair of lux and is sp3 hybridized. കറക്റ്റ് ആണോ? കറക്റ്റ്. Yes. sp3 hybridized ആണ്. ലോൺ പെയർ ഉണ്ട് നൈട്രജന്റെ മോള്. The bond angle between NH bonds in ammonia is exactly 10.5 degree. ആണോ? ആണോ? 107 ആണ്. പക്ഷെ ഒരു ഇതിന്റെ ഷേപ്പ് എങ്ങനെയാ? ഷേപ്പ് ഇല്ല. അമോണിയയുടെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ നോർമലി എങ്ങനെ നമുക്ക് പറയാം? ഒരു ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ ആണെന്ന് പറയാം അല്ലേ? അല്ലേ? പക്ഷേ ഈ ബോണ്ട് പെയർസും ലോൺ പെയറും തമ്മിലുള്ള ഈ റിപ്പൽഷൻ കാരണം ശരിക്കും പറഞ്ഞ ടെട്രാഹൈഡ്രൽ ആംഗിൾ അല്ല, ചെറുതായിട്ടൊരു വേരിയേഷൻ ഉണ്ട്. 107 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വൈ ദ ബോണ്ട് ആംഗിൾ ഇൻ അമോണിയ അപ്രോക്സിമേറ്റ്ലി 107 ഡിഗ്രി ഇൻസ്റ്റെഡ് ഓഫ് 109.5? എന്തുകൊണ്ടാ? Because of the repulsion between lone pair Because and of the repulsion between lone pair and bond pair. Yes. Next, primary amines with one less carbon atom can be produced by ഏത് മെത്തേഡ്? നിങ്ങൾ കുറെ മെത്തേഡ്സ് പഠിച്ചില്ലേ? ഏതൊക്കെ മെത്തേഡ്സ് വഴി നമുക്ക് അമീൻസിനെ പ്രിപ്പയർ ചെയ്യാം? ഏതൊക്കെ പ്രിപ്പയർ ചെയ്യാം? നോട്ട്സ് കയ്യിലില്ലേ? നോട്ട്സും കയ്യിലില്ലേ? നിങ്ങളുടെ പ്രിന്റ് എടുത്തില്ലേ? നൈട്രൈൽസിന്റെ റിഡക്ഷൻ വഴി നമുക്ക് അമീൻസിനെ സിന്തസൈസ് ചെയ്യാൻ പറ്റുമോ? നൈട്രൈൽസിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഹോഫ്മാൻ ഡീഗ്രഡേഷൻ. യെസ്, ആൻസർ ഇസ് ഹോഫ്മാൻ ഡീഗ്രഡേഷൻ. ബാക്കിയോ? കുഷ്യസ് റിയാക്ഷൻ യൂസ് ചെയ്യുന്നുണ്ടോ? കുഷ്യസ് റിയാക്ഷൻ എങ്ങനെയാ? ഒരു ആസിഡ് ക്ലോറൈഡും ആസിഡ് ക്ലോറൈഡും ഒരു അസൈഡും സോഡിയം അസൈഡും കൂടെ റിയാക്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അമൈൻസ് ഫോം ചെയ്യും. യെസ്, ത്രൂ ദ ഇന്റർമീഡിയറ്റ് എന്ത് ഫോം ചെയ്യും? ഇടയിൽ ഒരു ഐസോ സൈനേറ്റ് ഫോം ചെയ്യുന്നില്ലേ? ഈ മെയിൻ ആയിട്ടുള്ള നെയിംഡ് റിയാക്ഷൻസും അവരുടെ ഇന്റർമീഡിയറ്റ്സും ഓർത്തിരിക്കുന്ന റിയേജൻസും. കുഷ്യസ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ആസോറൈഡും സോഡിയം അസൈഡും റിയാക്ട് ചെയ്യുന്നു, ഇന്റർമീഡിയറ്റ് ആയിട്ട് ഐസോസൈനേറ്റ് ഉണ്ടാവുന്നുണ്ട്. അതിനെ പിന്നെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്താണ് എന്ത് ഫോം ചെയ്യുന്നത്? പ്രൈമറി അമീൻ അല്ലേ? അതിനകത്ത് ഫോം ചെയ്യുന്ന അമീൻ എന്ന് പറയുന്നത് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ആസ് ദാറ്റ് ഓഫ് റിയാക്ടന്റ് അല്ലേ? സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിന്റെ അതേ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണ് ഉണ്ടാവുക കുഷ്യസ് സെക്ഷനിൽ ഫോം ചെയ്യുന്ന പ്രൈമറി അമീൻ. ഇനി നൈട്രൈൽസ് റെഡ്യൂസ് ചെയ്ത് വരുമ്പോഴും സെയിം. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് എങ്ങനെയാ? ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിന്റെ അത്രയും കാർബൺ ആറ്റം ഉണ്ടോ? 1 ലെസ് കാർബൺ ആറ്റം നമുക്ക് പറയാൻ പറ്റുമോ? ഗബ്രിയൽ താലിമൈഡ് സിന്തസിസിന്റെ റിയേജൻസ് ഏതൊക്കെയാ? എഥനോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും എഥനോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ഏതൊക്കെയാ? ആൽക്കൈൽ ആൽക്കൈൽ ഹാലൈഡ്. യെസ്. ഫസ്റ്റ് എന്ത് ചെയ്യും? എഥനോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഇന്റർമീഡിയറ്റ് ഉണ്ടാവും. ഇമൈഡ് അയോൺ ആണ് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഉണ്ടാവുക. ഈ ഇമൈഡ് അയോണിനെ പിന്നെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആൽക്കൈൽ ഹലൈഡുമായിട്ട് ഹീറ്റ് ചെയ്യുകയും പിന്നെ ഹൈഡ്രോളൈസ് ചെയ്യുകയും വേണം ഇൻ പ്രസൻസ് ഓഫ് എ ബേസ്. അപ്പോഴാണ് എന്ത് സംഭവിക്കുക? ഒരു പ്രൈമറി അമീൻ അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആൻസർ ഏതാ? ഹോഫ്മാൻ ഡീഗ്രഡേഷൻ എങ്ങനെയാ? ഹോഫ്മാൻ ഡീഗ്രഡേഷൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും
ഇതൊക്കെയാണ് റിയേജൻസ്. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഏതാ? ഹോഫ്മാൻ ഡീഗ്രഡേഷൻ എന്ന് പറയുന്നതിന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഏതാ? അമൈഡ്സ്. അമൈഡ് ആണ് അല്ലെ. ഒരു അമൈഡും അതായത് RCONH2 അമൈഡ് പ്ലസ് ഹൈഡ്രോക്സൈഡും ഒരു ബേസും ബ്രോമിൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെ. ബ്രോമിനും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും. ഇതിന് എന്തുകൊണ്ടാണ് ഹോഫ്മാൻ ഡീഗ്രഡേഷൻ എന്ന് തന്നെ പറയുന്നത്? സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിനേക്കാളും സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള കോണിനേക്കാളും ഒരു കാർബൺ കുറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. കാർബൺ കുറഞ്ഞിട്ടുള്ള അമീനാണ് ഫോം ചെയ്യുക. അതുകൊണ്ടാണ് ഇതിനെ ഹോഫ്മാൻ ഡീഗ്രഡേഷൻ എന്ന പേര് തന്നെ പറയുന്നത്. ഓക്കെ, സോ ഒരു കാർബൺ കുറവുള്ള പ്രൊഡക്റ്റ്, ഒരു കാർബൺ കുറവുള്ള പ്രൈമറി അമീൻ ഫോം ചെയ്യണമെങ്കിൽ ഏത് മെത്തേഡ് ഓഫ് സിന്തസിസ് ആണ്? ഹോഫ്മാൻ ഡീഗ്രഡേഷൻ. നിങ്ങൾ പഠിച്ചിട്ടില്ലാന്ന് തോന്നുന്നു അല്ലെ, പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമിന്റെ പ്രശ്നം കാരണം. ഓക്കെ, അപ്പൊ ഹോഫ്മാൻ ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RCONH2 അമൈഡും ബ്രോമിനും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും റിയാക്ട് ചെയ്തിട്ട് ഒരു പ്രൈമറി which is 1 carbon less than that of the starting amide will be produced. Then Corshay's reaction എന്തായിരുന്നു? ആസിഡ് ക്ലോറൈഡും സോപ്പസൈഡും കൂടെ റിയാക്ട് ചെയ്യുന്നു. ഇന്റർമീഡിയറ്റ് ആയിട്ട് ഐസോസൈനേറ്റ് ഉണ്ടാവുന്നുണ്ട്. അതിന് ഹൈഡ്രോളൈസ് ചെയ്തിട്ട് ഫോം ചെയ്യും പ്രൈമറി അമീൻ ഫോം ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് the nucleophile in Gabriel Thalamide synthesis is. ന്യൂക്ലിയോഫൈൽ ഇൻ, എന്താ ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാല്? Actually, Gabriel Thalamide synthesis is an example for nucleophilic substitution reaction. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. ചില റിയാക്ഷൻസിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം, ചിലത് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം, ചിലത് അഡീഷൻ റിയാക്ഷൻ ആയിരിക്കാം. അപ്പൊ അങ്ങനെ ചില പെർട്ടിക്കുലർ പോയിന്റ്സ് കൂടെ ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അതും കൂടെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അങ്ങനെ PSC പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്ത് ഒരു 1 വേർഡ് എന്ന രീതിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് ആണ്. ഓക്കെ, ന്യൂക്ലിയോഫൈൽ ഇൻ ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ന്യൂക്ലിയോഫൈൽ മീൻസ് ന്യൂക്ലിയസ് ലവിങ് അല്ലെ. അതായത് പോസിറ്റീവ് ചാർജിനെ ലവ് ചെയ്യുന്ന ആൾക്കാർ. അതെങ്ങനെയായിരിക്കും? ഒന്നുകിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ് ആയിരിക്കും അല്ലെ. സയനൈഡ് ആയിക്കോട്ടെ, ക്ലോറൈഡ് അയോൺ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ന്യൂക്ലിയോഫൈൽസിന് എക്സാമ്പിൾ ആണ്. നെഗറ്റീവ് ചാർജ് ഉള്ളവരാണ്. അങ്ങനത്തെ കേസ് മാത്രമാണോ ന്യൂക്ലിയോഫൈൽ ഉള്ളൂ? ആണോ? നെഗറ്റീവ് ചാർജ് ഉള്ളവർ മാത്രമായിരിക്കോ? അമോണിയ ഒരു ന്യൂക്ലിയോഫൈൽ ആണെന്ന് പറഞ്ഞാൽ സമ്മതിക്കോ? അമോണിയ ഒരു ന്യൂക്ലിയോഫൈൽ ആണ്, വാട്ടർ ന്യൂക്ലിയോഫൈൽ ആണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും? They can also act as nucleophile. അപ്പൊ ഈ ഒരു റിയാക്ഷനിൽ സ്റ്റാർട്ടിംഗ് ഫ്രം എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഏതാ? ഗബ്രിയൽ താലിമൈഡ് സിന്തസിസിൽ ഏതാ? താലിമൈഡ്. യെസ്, താലിമൈഡ് എന്താ മാറുന്നുണ്ട്? പൊട്ടാസ്യം. താലിമൈഡ് എന്തായിട്ട് മാറുന്നുണ്ട്? താലിമൈഡ് അയോൺ ആയിട്ട് മാറുന്നുണ്ട്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന്റെ പ്രസൻസിൽ അത് എന്തായി മാറുന്നുണ്ട്? അയോൺ ആയിട്ട് മാറിയില്ലേ അല്ലേ? ദിസ് ഇസ് ഇമൈഡ് അയോൺ, താലിമൈഡ് അയോൺ. ഈ താലിമൈഡ് അയോൺ ആണ് എന്ത്? ന്യൂക്ലിയോഫൈൽ. ദിസ് താലിമൈഡ് അയോൺ അതിനകത്ത് എന്തുണ്ട്? എക്സ്ട്രാ നെഗറ്റീവ് ചാർജ് ഇല്ലേ? പിന്നെ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ കയറിയിരിക്കാം അല്ലെ. അപ്പോഴാണ് ആൽക്കൈൽ ഹലൈഡ് അല്ലെ, ഹാലൈഡ്സ് വരുന്നു. ഹാലൈഡ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ആൽക്കൈൽ ക്ലോറൈഡ് ആണെന്ന് വിചാരിക്കുക. ക്ലോറൈഡ് എന്താണ്? ക്ലോറൈഡും ഒരു ന്യൂക്ലിയോഫൈൽ ആണ്, ശരിയല്ലേ? ഈ ന്യൂക്ലിയോഫൈലിനെ മാറ്റിയിട്ട് അവിടെ ആര് കയറിയിരിക്കും? ഈ താലിമൈഡ് ന്യൂക്ലിയോഫൈൽ കയറിയിരിക്കും. താലിമൈഡ് അയോൺ അവിടെ കയറിയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് തന്നെ പറയുന്നത്. ഒരു ന്യൂക്ലിയോഫൈലിനെ മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ വേറെ ആൾ കയറിയിരിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കയറിയിരിക്കാം. ഓക്കെ, എന്നിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യും? ഹൈഡ്രോളൈസ് ചെയ്ത് കഴിയുന്ന സമയത്ത് അതിന് എന്ത് ഫോം ചെയ്യും? പ്രൈമറി അമീൻ ഫോം ചെയ്യും. അപ്പൊ ഏതാ ആൻസർ? ഏതാ? യെസ്, പൊട്ടാസ്യം താലിമൈഡ്. അതിലെ താലിമൈഡ് അയോൺ ആണ് ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Reagent used to perform the Hinsberg test to distinguish primary, secondary and tertiary amines. Hinsberg test ഏതാ? ബെൻസീൻ സൾഫോണൽ ക്ലോറൈഡ്. എന്താണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്? ഹിൻസ്ബർഗ് ടെസ്റ്റ് എങ്ങനെയാണ് അതിൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി വേർതിരിച്ചറിയുന്നത്? ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് എങ്ങനെയാ? പ്രൈമറി ആണെങ്കിലോ അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡിൽ ഡിസോൾവ് ആവുകയാണെങ്കിൽ പ്രൈമറി. എങ്ങനെ? എന്താണ് ഫോം ചെയ്യുന്നത്? സൾഫണൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സൾഫണാമൈഡ് ഫോം ചെയ്യും അല്ലെ. പ്രൈമറി ആണെങ്കിലും സെക്കൻഡറി ആണെങ്കിലും ഫോം ചെയ്യുന്നത് എന്താ? സൾഫണാമൈഡ് അല്ലേ. പ്രൈമറി അമീന്റെ ഫണാമൈഡ് ആണെന്നുണ്ടെങ്കിൽ അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ പെട്ടെന്ന് ഡിസോൾവ് ആകും.
ഡിസോൾവ് ആവും. യെസ്, പ്രൈമറി അമീന്റെ സൾഫണമൈഡ് അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡിൽ ഡിസോൾവ് ആവും. സെക്കൻഡറി ആണെങ്കിലോ ഡിസോൾവ് ആകില്ല, ഡിസോൾവ് ആവില്ല. ടേഴ്ഷറി ആണെങ്കിലോ റിയാക്ഷൻ നടക്കില്ല. റിയാക്ഷൻ നടക്കില്ല. ഓക്കെ, സോ ഹിൻസ്ബർഗ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് ഹിൻസ്ബർഗ് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന റിയേജന്റ് എന്ന് പറയുന്നത് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് ആണ്. ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡും അമീനും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സൾഫണമൈഡ് പ്രൈമറി അമീന്റെ സൾഫണമൈഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് സോളിബിൾ ഇൻ അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സെക്കൻഡറി ആണെന്നുണ്ടെങ്കിലോ സെക്കൻഡറി അമീന്റെ ആണെങ്കിൽ അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡിൽ ഇൻസോളിബിൾ ആണ്. ടേഴ്ഷറി ആണെങ്കിൽ റിയാക്ഷനേ ഉണ്ടാവില്ല, അല്ലേ? യെസ്, ആൻസർ ഇസ് സി, ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. Next question. Which of the following correctly ranks the basicity of aliphatic amines? ഇനി കുറച്ച് basicity based questions ആണ്. Which of the following correctly ranks the basicity of aliphatic amines? ഏതിനാണ് ഏറ്റവും basicity ഉള്ളത്, ഏതിനാണ് basicity കുറവുള്ളത്? എങ്ങനെ കണ്ടുപിടിക്കും? അമോണിയ അല്ലെങ്കിൽ ഈ അമീൻസ് ബേസിക് ആവാനുള്ള റീസൺ എന്താ? ഒരു ബേസിക് ആവാനുള്ള റീസൺ എന്താ? Yes, ammonia is a Lewis base. It can donate electron. അല്ലെ, ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് നൈട്രജന്റെ മുകളിൽ. ഈ ലോൺ പെയറിനെ പ്രോട്ടോണേഷന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇത് ബേസിക് ആണെന്ന് പറയുന്നത്. പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് പറയാ? ബേസസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അമോണിയ ബേസ് ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അമീൻസിലും ഇതേപോലെ തന്നെ ഈ നൈട്രജന്റെ മുകളിൽ ഇതേ ലോൺ പെയർ ഉള്ളതുകൊണ്ട് അമീൻസ് എല്ലാം ബേസിക് ആണ്. പക്ഷെ നമുക്കറിയാം പ്രൈമറി അമീൻ ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടേഴ്ഷറി ഉണ്ട്, അമോണിയ ഉണ്ട്. ഇതിനകത്ത് ആരാണ് ഏറ്റവും കൂടുതൽ ബേസിക്? ആരായിരിക്കും ഏറ്റവും കൂടുതൽ ബേസിക്? ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ ഏറ്റവും കൂടുതൽ പ്രോട്ടോണിന് അവൈലബിൾ ആക്കുന്നത് ആരാണോ അവരല്ലേ നല്ല ബേസ്, അല്ലേ? ശരിയല്ലേ? ഓക്കെ, ഞാൻ പറയുന്നു NH3 ഉണ്ട് ഇവിടെ. ഓക്കെ, CH3 NH2 ഞാൻ തന്നിട്ടുണ്ട് മീഥൈലമീൻ. CH3 twice NH, that is secondary amine ഞാൻ തന്നു. This is a tertiary amine, അല്ലെ? ട്രൈമീഥൈലമീൻ. ഇതില് ആരാണ് ഏറ്റവും കൂടുതൽ ബേസിക് ആവാൻ ചാൻസ് ഉള്ളത്? നിങ്ങളുടെ ഒപ്പീനിയൻ? ടേഴ്ഷറി ആണെന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ? ആരാ പറഞ്ഞേ? ഏതാ? ആരാ പറഞ്ഞേ? ഇലക്ട്രോൺ ഡെൻസിറ്റി നൈട്രജനിൽ കൂടും. ടേഴ്ഷറി ആണെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും എന്നാണ് പറയുന്നത്, അല്ലേ? നൈട്രജന്റെ മുകളിൽ ഇവരുടെ എല്ലാവരുടെയും നൈട്രജന്റെ മുകളിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഇതെല്ലാം ഏറ്റവും കൂടുതൽ ഇത് കൊടുക്കാൻ ഇഷ്ടമുള്ളത് ആർക്കാണെന്നാണ് ക്വസ്റ്റ്യൻ. ടേഴ്ഷറി എന്ന് ഒരാൾ പറഞ്ഞു. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? സെക്കൻഡറി. ഏതാ? സെക്കൻഡറി. സെക്കൻഡറി. എന്തുകൊണ്ടാ സെക്കൻഡറി എന്ന് പറഞ്ഞേ? ഡെൻസിറ്റി കൂടുതലാണ്, പിന്നെ സ്റ്റെറിക് ക്രൗഡിംഗ് ഇല്ല. യെസ്. അപ്പോ ആ ഒരു ഫാക്ടറും കൂടെ അവിടെ നോക്കണം. അതായത് ഈ ഞാൻ പറഞ്ഞു നൈട്രജനിലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈസിലി കൊടുക്കാൻ ആർക്കാണ് പറ്റുക? ഒരു പ്രോട്ടോൺ വരുമ്പോൾ ഈസിലി കൊടുക്കാൻ പറ്റുന്നത് ആർക്കാണോ അവരാണ് ഏറ്റവും നല്ല ബേസ്, അല്ലെ? അപ്പൊ നൈട്രജൻ സംബന്ധിച്ച് നോക്കുമ്പോൾ വേറെ തടസ്സമൊന്നുമില്ല ഈ ലോൺ പെയർ കൊടുക്കാൻ. അപ്പൊ നൈട്രജൻ നല്ലൊരു ബേസ് തന്നെയാണ്, അല്ലെ? പക്ഷേ ഇവിടെ മീഥൈൽ അമീൻ എന്ന് പറയുന്ന ആൾ വരുന്നു. ഈ മീഥൈൽ അമീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, NH2ലേക്ക് ഈ നൈട്രജനിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മീഥൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ആൽക്കൽ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ആൽക്കൽ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ? ദേ ആർ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്സ്, അല്ലെ? ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ആകുമ്പോൾ എന്താ ഗുണം? ഈ നൈട്രജനിലേക്ക് വീണ്ടും ഇലക്ട്രോൺസ് കൊടുക്കുമ്പോൾ ഈ നൈട്രജന് ചുറ്റുമുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. അപ്പൊ ലോൺ പെയറിന് വേണമെന്നുണ്ടെങ്കിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കാൻ സാധിക്കും, ശരിയല്ലേ? അപ്പൊ വെൻ കമ്പയർ ടു അമോണിയനെ കമ്പയർ ചെയ്യുമ്പോൾ ആര് കൂടുതൽ ബേസിക് ആണ്? മീഥൈൽ അമീൻ കൂടുതൽ ബേസിക് ആണ്, അതായത് പ്രൈമറി അമീൻ, ശരിയല്ലേ? ഇനി സെക്കൻഡറി അമീന്റെ കേസ് നോക്കിയേ. സെക്കൻഡറി ഇലക്ട്രോൺ റിലീസിംഗ് വിഡ്രോയിങ് ആണോ? ഇലക്ട്രോൺ റിലീസിംഗ്, ഇലക്ട്രോൺ കൊടുക്കും. ഡൊണേറ്റിംഗ്. യെസ്. ഇനി 2 CH3 വരുന്നുണ്ട് അല്ലെങ്കിൽ 2 ആൽക്കൈൽ ഗ്രൂപ്പ് NH വരുന്നുണ്ട്. അപ്പോഴോ 2 മീഥൈൽ ഗ്രൂപ്പിൽ ഇവിടെ 2 മീഥൈൽ ഗ്രൂപ്പിൽ ഇവിടെ. അപ്പൊ 2 പേരെ അവിടെ ഇലക്ട്രോൺ റിലീസ് ചെയ്യാൻ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും നൈട്രജന്റെ മുകളിൽ, അല്ലെ? അപ്പോ ഈ സെക്കൻഡറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡൈമീഥൈലമീൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതൽ ബേസിക് ദാൻ കമ്പയർഡ് ടു മീഥൈലമീൻ. പ്രൈമറിനേക്കാളും കുറച്ചും കൂടെ ബേസിക് ആയിരിക്കില്ലേ? യെസ്. ടേഴ്ഷറി നോക്കുക. ടേഴ്ഷറി വെച്ചിട്ട് നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞ തിയറി വെച്ചിട്ട് 3 ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിസിറ്റി കൂടണം, അല്ലെ? 3 റിലീസിംഗ് ഗ്രൂപ്പ്സ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ബേസിസിറ്റി കൂടണം. പക്ഷേ
ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ 3 ബൾക്കിയർ ഗ്രൂപ്പ് വരുന്ന സമയത്ത് പ്രോട്ടോണിന് H+ന് ഇവിടെ വന്നിട്ട് ഇത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കിട്ടണ്ടേ, അതായത് സ്റ്റെറിക് ഹിൻഡ്രൻസ് വരും. അപ്പൊ അതുകൊണ്ട് ടേർഷ്യറി അമീന് ബേസിസിറ്റി സെക്കൻഡറി അമീനേക്കാളും കുറവാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഓർഡർ പറയും? സെക്കൻഡറി, പ്രൈമറി, ഏറ്റവും tertiary. ഏറ്റവും കുറവ് ആർക്കായിരിക്കും? അമോണിയ. അമോണിയ. അപ്പൊ അമോണിയയുടെ 2 ഓപ്ഷൻ ഉണ്ട്. അമോണിയ ഏറ്റവും കുറവുള്ളത് അമോണിയ. നെക്സ്റ്റ് ആർക്കായിരിക്കും? Tertiary. ഏറ്റവും കൂടുതലുള്ളത് ആർക്കാ നിങ്ങൾ ആലോചിച്ചാലും മതി. ഏറ്റവും കൂടുതൽ ആർക്കാ? സെക്കൻഡറി അല്ലേ? സെക്കൻഡറി 2 ഓപ്ഷൻ ഉണ്ട്. സെക്കൻഡറി ആണോ ടേർഷ്യറി ആണോ? ഏതാ? സെക്കൻഡറി ആണ്. യെസ്. അപ്പൊ ഓർഡർ ഏതായിരിക്കും? സെക്കൻഡറി ഗ്രേറ്റർ ദാൻ, പ്രൈമറി ഗ്രേറ്റർ ദാൻ, ടേർഷ്യറി ഗ്രേറ്റർ ദാൻ അമോണിയ. ക്ലിയർ ആണോ? മനസ്സിലായോ എങ്ങനെയാ വന്നേന്ന്? ഓക്കെ. നെക്സ്റ്റ്, why are aromatic amines are less basic than aliphatic amines? എന്തുകൊണ്ടാണ് ആരോമാറ്റിക് അമീൻസ് ആലിഫാറ്റിക് അമീൻസിനേക്കാളും ബേസിസിറ്റി കുറഞ്ഞവരാവുന്നത്? അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്താ ഇത് നോക്കരുത്. ആൻസർ ഐഡിയ പറഞ്ഞു. ഒരു ആരോമാറ്റിക് അമീൻ എക്സാമ്പിൾ ഏതാ? അനിലിൻ അല്ലെ? ആരോമാറ്റിക് അമീൻ. ഞാൻ നിങ്ങൾക്ക് ഒരു മീഥൈൽ അമീൻ തരും. ഈ രണ്ടിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നൈട്രജനിലുള്ള ലോൺ പെയറിനെ കൊടുക്കാൻ ആർക്കാണോ പറ്റുന്നത്, ഏറ്റവും നന്നായിട്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന ആരാണോ അവരാണ് ഏറ്റവും നല്ല ബേസ് അല്ലെ? അപ്പൊ അനിലിനും കമ്പയർ ചെയ്യുന്ന സമയത്ത് അനിലിൻ നൈട്രജൻ അമിനോ ഗ്രൂപ്പിലെ നൈട്രജന്റെ മുകളിൽ എന്തുണ്ട്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താ? ഈ ബെൻസീൻ റിങ് അല്ലെ, അമിനോ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ബെൻസീൻ റിങ് എന്താ? ഡീലോക്കലൈസ്ഡ് അല്ലേ? അപ്പൊ ഈ ലോൺ പെയറിനും എന്ത് സംഭവിക്കും? ഈ ലോൺ പെയറും ഡീലോക്കേഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോകും, റെസൊണൻസ് സ്ട്രക്ചർ ഫോം ചെയ്യാൻ വേണ്ടി പോകും. ഓക്കെ. അപ്പൊ ഡീലോക്കലൈസേഷനിൽ പങ്കെടുക്കുമ്പോഴാണ് ആ ഒരു കോമ്പൗണ്ട് കൂടുതൽ സ്റ്റേബിൾ ആവുന്നത്, അല്ലെങ്കിൽ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുമ്പോഴാണ് ഒരു കോമ്പൗണ്ട്, ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് സ്റ്റേബിൾ ആവുന്നത് അല്ലേ? അപ്പൊ ഉള്ള ലോൺ പെയർ ഡീലോക്കലൈസേഷൻ അല്ലെങ്കിൽ റെസൊണൻസിൽ പങ്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ അതൊരു പ്രോട്ടോണിന് വരുമ്പോ അവൈലബിൾ ആവുമോ? ഇല്ല. സോ അതുകൊണ്ടാണ് ആരോമാറ്റിക് അമീൻസ് അലിഫാറ്റിക് അമീൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ബേസിക് ആവും. ക്ലിയർ ആണോ? കാരണം ഏതാ? ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് നൈട്രജൻ ആണോ? നൈട്രജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായത് കാരണമാണോ? ആണോ? ഇല്ല. അല്ല. ബിക്കോസ് ഓഫ് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഇൻ ആരോമാറ്റിക് അമീൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടെസ്റ്റ് ഇസ് സ്പെസിഫിക് ഫോർ ഡിസ്റ്റിംഗ് പ്രൈമറി അമീൻസ്? പ്രൈമറി അമീൻസിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള ടെസ്റ്റ് ഇതിനകത്ത് ഏതാ? ഏതാ? കാർബൈലമീൻ ടെസ്റ്റ്. എന്താണ് കാർബൈലമീൻ ടെസ്റ്റ്? കാർബൈലമീൻ ടെസ്റ്റ് എന്താ? പ്രൈമറി അമീൻ അല്ലെങ്കിൽ അമീൻ. ഇപ്പൊ നമുക്കൊരു അമീന്റെ സാമ്പിൾ തരികയാണ്, അതിലേക്ക് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ക്ലോറോഫോമും ആഡ് ചെയ്യുമ്പോ അല്ലെ കാർബൈലമീൻ ടെസ്റ്റിൽ എന്തൊക്കെയാ വരുന്നത്? ഏതോ ഒരു അമീൻ, ഏതോട്ടെ അമീനും ക്ലോറോഫോമും ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എന്താ ഫോം ചെയ്യാം? ഐസോ സയനൈഡ് ഫോം ചെയ്യും. ഐസോ സയനൈഡ് ഫോം ചെയ്യും അല്ലെ? സ്മെല്ലുള്ള കോമ്പൗണ്ട് ആണ്. ഐസോ സയനൈഡ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ അമീൻ ഏത് ടൈപ്പാണ്? പ്രൈമറി അമീനാണ്. സോളിബിലിറ്റി ടെസ്റ്റ്, ലിറ്റ്മസ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാ മീൻസും ബേസിക് ആണ്, അതുകൊണ്ട് ലിറ്റ്മസ് കിട്ടില്ലേ? ലിറ്റ്മസ് ടെസ്റ്റിൽ എല്ലാം ഒരേപോലെ തന്നെ അല്ലേ കിട്ടുക? ഇനി അസോഡൈ ടെസ്റ്റ് എന്താ? അത് ഏത് കാറ്റഗറി ഓഫ് കോമ്പൗണ്ട്സ് തരും? അതും പ്രൈമറി അമീൻ തന്നെയാണ്. ഏത് ടൈപ്പ്? ആരോമാറ്റിക് പ്രൈമറി അമീൻസ് ആണ് അസോഡൈ ടെസ്റ്റ് തരിക. അതെങ്ങനെയാ? അസോ ഏതാണ് റിയാക്ഷൻ? ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ അല്ലെ? HNO2 നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ പ്രൈമറി ആരോമാറ്റിക് അമീൻസ് നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡയസോണിയം സോൾട്ട് ഉണ്ടാവും. ഈ ഡയസോണിയം സോൾട്ടിനെ ബീറ്റ നാഫ്തോളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? അസോ ഈസ്റ്റർ ഫോം ചെയ്യും. സ്പെസിഫിക് ടെസ്റ്റ് ഫോർ ഡിറ്റക്ടിങ് ആരോമാറ്റിക് പ്രൈമറി അമീൻസ്. ഈ നൈട്രസ് ആസിഡ് എങ്ങനെ ഉണ്ടാവുക? നൈട്രസ് ആസിഡ് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണോ ചെയ്യുന്നത്? സോഡിയം നൈട്രേറ്റും ഹൈഡ്രോക്ലോറിക് NaNO സോഡിയം നൈട്രേറ്റും HCl. ആൻസർ എന്ന് പറയുന്നത് കാർബൈലമീൻ ടെസ്റ്റ്. അലിഫാറ്റിക് പ്രൈമറി അമീൻ ആണെങ്കിൽ കാർബൈലമീൻ എന്ന് പറയാം. ഇനി ആരോമാറ്റിക് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പറയാം? അസോ. Next, which compound gives an orange azo dye upon reaction with nitrous acid and beta naphthol? ഏതാ? അനിലിൻ. എന്തുകൊണ്ടാ?
ഈ നൈട്രസ് ആസിഡും ബീറ്റാ നാഫ്തോൾ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് റിയാക്ഷൻ ഓർമ്മ വരണം. ഏതാ ടെസ്റ്റ്? അസോ ഡൈ ടെസ്റ്റ് ആണ് അല്ലേ? അസോ ഡൈ ടെസ്റ്റ് തരുന്നത് ആരാ? പ്രൈമറി ആരോമാറ്റിക് അമീൻ ആണ്. ഇതിനകത്ത് ഈഥൈൽ എന്ന് പറയുന്നത് ഏതാ? ആരോമാറ്റിക് ആണോ? ഈഥൈലമീൻ അല്ല, ആലിഫാറ്റിക് അമീൻ ആണ്. ഇഥൈലമീൻ ആലിഫാറ്റിക് ആണ്. ഈഥൈലമീൻ ഡൈഇഥൈലമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആലിഫാറ്റിക് ആണ് അല്ലേ? അപ്പൊ അതിന് ആൻസർ അനിലിൻ ഇസ് എ പ്രൈമറി ആരോമാറ്റിക് അമീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What product is formed when aniline reacts with nitrous acid at 0 degree Celsius? ഇപ്പൊ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ. Yes, correct. Aniline nitrous acid 0 degree Celsius എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിലിൻ എന്ന് പറഞ്ഞ പ്രൈമറി ആരോമാറ്റിക് അമീൻ ആണ്. നൈട്രസ് ആസിഡ് എന്ന് പറയുന്ന സമയത്ത് ഡൈസറ്റൈസേഷൻ റിയാക്ഷന്റെ റിയേജന്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. 0 to 5 ഡിഗ്രി എന്നുള്ളതാണ് അതിന്റെ ടെമ്പറേച്ചർ കണ്ടീഷനും അല്ലെ? ഫോം ചെയ്യുന്ന ഒരു ഡയസോണിയം സോൾട്ട് ആവും. അതിനകത്ത് ഏതാ ഡയസോണിയം സോൾട്ട്? ബെൻസീൻ, ഡയസോണിയം ക്ലോറൈഡ്. നെക്സ്റ്റ്, why are aromatic amines? നമ്മൾ പറഞ്ഞു അല്ലെ? why are aromatic amines are less basic than aliphatic amines? എന്തുകൊണ്ടായിരുന്നു? Delocalization of the nitrogen lone pair. Yes, option B. Why is the basicity of aniline lower than that of ethylamine? ഒക്കെ ഒരേ കോൺസെപ്റ്റിന്റെ ഡിഫറെന്റ് lone pair on nitrogen is delocalized into the aromatic ring. Yes, സെയിം കോൺസെപ്റ്റ് ആണ്, കോമ്പൗണ്ട് വെച്ച് ചോദിച്ചു എന്ന് മാത്രം. നെക്സ്റ്റ്, which substituent increases the basicity of aniline? OCH3. എന്തുകൊണ്ടാ? Electron releasing groups. യെസ്, ബേസിസിറ്റി കൂടണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസിനെ കൊടുക്കാനുള്ള കപ്പാസിറ്റി കൂടണം. അപ്പൊ അത് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ, സപ്പോസ് നൈട്രോ ഗ്രൂപ്പ് എന്താ? നൈട്രോ ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ് അല്ലെ? അതിലേക്ക് ഞാൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. ഇലക്ട്രോൺ അവൈലബിലിറ്റി ഓഫ് ദിസ് നൈട്രജൻ കുറയാണ് ചെയ്യുക അല്ലെ? അമിനോ ഗ്രൂപ്പിലെ നൈട്രജന്റെ മുകളിൽ അവൈലബിലിറ്റി കുറയാണ് ചെയ്യുക വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വരുന്ന സമയത്ത്. അപ്പൊ ഇതിനകത്ത് ഏതാ? റിലീസിംഗ് ഗ്രൂപ്പ്സ് ആണെന്നുണ്ടെങ്കിൽ ബേസിറ്റി കൂടും. അപ്പൊ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി അല്ലേ? മെത്തോക്സിൽ. Why is triphenylamine non-basic? Triphenylamine. Option A. Only lone pairs are monomer. Triphenylamine. ഏതാ? ക്വാട്ടർണറി നൈട്രജൻ ആയതുകൊണ്ടാണോ? ക്വാട്ടർണറി അല്ലല്ലോ. ക്വാട്ടർണറി അല്ല. It forms strong hydrogen bonds with water. അതാണോ? Steric hindrance prevents protonation. അതാണോ? ഏതാ? ഇതിനകത്ത് ആരോമാറ്റിക് റിംഗ് അല്ലേ വന്നിരിക്കുന്നത്? ആരോമാറ്റിക് റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ആരോമാറ്റിക് റിംഗ് എന്ന് പറയുമ്പോ കിട്ടുന്ന ഇലക്ട്രോണിനൊക്കെ അങ്ങോട്ട് വലിക്കുകയാണ് ചെയ്യുക. റെസൊണൻസിലേക്ക് ഈ ഇലക്ട്രോൺ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ ലോൺ പെയർ എന്തിന് അവൈലബിൾ ആവില്ല? പ്രോട്ടോണേഷന് അവൈലബിൾ ആവും. ഓക്കെ, സി വരത്തില്ല. എന്താ? സി വരത്തില്ല. ആൻസർ ഒന്നുകൂടെ പറയോ? ട്രൈഫിനൈലമീൻ ഇതാണ് സ്ട്രക്ചർ. ട്രൈഫിനൈൽ എന്ന് പറഞ്ഞാൽ 3 ബെൻസീൻ റിംഗ് അല്ലേ? ഫീനൈൽ ഗ്രൂപ്പ് അല്ലേ ഇവിടെ വന്നിരിക്കുന്നത് നൈട്രജനിലേക്ക് അല്ലേ? ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ? ഈ ഫീനൈൽ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ? ഒരു ഇലക്ട്രോഫിലിക് അല്ലേ? അതായത് ഡീലോക്കലൈസേഷൻ ഉള്ള, റെസൊണൻസിൽ പങ്കെടുക്കുന്ന ആൾക്കാരല്ലേ? ഇവരുടെ ഇലക്ട്രോൺസ് എല്ലാം റെസൊണൻസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരല്ലേ? അല്ലേ? ഓക്കെ. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കൂടെ ഈ ഡീലോക്കലൈസേഷനിൽ പങ്കെടുക്കാൻ ചാൻസ് ഇല്ലേ? അപ്പൊ പിന്നെ ഈ ലോൺ പെയർ പ്രോട്ടോണേഷൻ അവൈലബിൾ ആവാനുള്ള ചാൻസ് ഉണ്ടോ? ഇപ്പൊ ക്ലിയർ ആയോ? Yes. Which of the following orders of basicity is correct for aniline derivatives? ഏതായിരിക്കും ഓർഡർ ഓഫ് ബേസിസിറ്റി കറക്റ്റ്? ഇതാണ് അനിലിൻ. അടുത്ത ഏതാ സ്ട്രക്ചർ? പാരാമെത്തോക്സി അനിലിൻ. പാരാമെത്തോക്സി, പിന്നെ പാരാ നൈട്രോ അനിലിൻ, പിന്നെ NHCl. ഏതായിരിക്കും? അനിലിനുണ്ട്, മെത്തോക്സി, അങ്ങനെ ഓപ്ഷൻ എ.
ഓപ്ഷൻ ബി. ഓപ്ഷൻ എ. ഏതായിരിക്കും? എന്തുകൊണ്ടാ ഓപ്ഷൻ എ പറഞ്ഞത്? ഓപ്ഷൻ എയിൽ ഇപ്പൊ എന്താ രണ്ടാമത്തെയാണ് പറയുന്നത് അല്ലെ? ഉം. രണ്ടാമത്തതിനാണ് ഏറ്റവും കൂടുതൽ എന്നാ പറയുന്നത് അല്ലെ? എന്തുകൊണ്ടാ? കാരണം NH മെത്തോക്സി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ റിലീസിംഗ് ആണ് അല്ലെ? ഇലക്ട്രോൺ റിലീസിംഗ് ആണ്. യെസ്. അപ്പൊ രണ്ടാമത്തെയാന്ന് പറയുന്നു ഫസ്റ്റ്. അപ്പൊ ഏറ്റവും കുറവ് ആർക്കായിരിക്കും? നൈട്രോ അനിലിൻ. ഏതാ ഏറ്റവും കുറവെന്ന് പറയുന്നത് ഇതിനായിരിക്കും? നൈട്രോ അനിലിനായിരിക്കും. കാരണം നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താ? നൈട്രോ ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഏറ്റവും കുറവെന്ന് പറയുന്നത് ഏതാന്ന് കിട്ടി? നൈട്രോ അനിലിനാന്ന് കിട്ടി. ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് പാരാമെത്തോക്സി അനിലിൽ നിന്ന് കിട്ടി അല്ലെ? ഇതിനകത്ത് ഇപ്പൊ നമ്മൾ 4 ഓപ്ഷൻ നോക്കുമ്പോൾ കൺഫ്യൂസിങ് ആയില്ല. ആ ഇത് കാണിക്കുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ശരിയല്ലേ? അപ്പൊ ഓപ്ഷൻ എ ഏറ്റവും കൂടുതൽ പാരാമെത്തോക്സി അനിലിൻ, ദെൻ എൻ മീഥൈൽ അനിലിൻ. കാരണം എന്താ? നൈട്രജനിലേക്ക് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട് അല്ലെ? പിന്നെ അടുത്ത ഓപ്ഷൻ അനിലിൻ. അനിലിന് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. യെസ്. പിന്നെ ലാസ്റ്റ് നൈട്രോ അനിലിൻ. ക്ലിയർ ആണല്ലോ? ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് ബേസിസിറ്റി എമംഗ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്. പാരാടോളൂഡിൻ, അനിലിൻ, പാരാക്ലോറോ അനിലിൻ, ബെൻസൈലമൈൻ. വരയ്ക്കണോ? ഇതാ കേട്ടോ? ഇങ്ങനെ കേട്ടില്ല. ഏതാ? അനിലിൻ. സ്ട്രക്ചർ വരയ്ക്കാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഏതാ? പാരാക്ലോറോ അനിലിൻ. ബെൻസൈലമീൻ എന്ന് പറഞ്ഞ ഏതാ? ഏതാ? അനിലിനാണോ? അല്ല. ഏതാ? CH2NH2. ഇതാണ് ബെൻസൈൽ ഗ്രൂപ്പ് അല്ലെ? ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ബേസിസിറ്റി ഉണ്ടാവുക? ഓപ്ഷൻ ബി. എങ്ങനെ? ഏതാ? ഓപ്ഷൻ ബി. Toluidine greater than benzene. ആദ്യം ടോളറിൻ. ഏതാ? ബേസിസിറ്റി. എങ്ങനെ? ബ്രേക്ക് ആവുന്നുണ്ടോ പറയുന്നത്? ഇല്ല. ഏതായിരിക്കും? ക്ലോറിൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ആണോ അതോ പോട്ടെ? ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ശരി, കുറവ് ആർക്കായിരിക്കും? Chloroanilin. പാരാക്ലോറോ അനിലിൻ അല്ലെ? പാരാക്ലോറോ അനിലിൻ വരുന്ന ലാസ്റ്റ് ഓപ്ഷൻ വരുന്ന 3 ഉണ്ട്. ഇനി 1 ആണോ, അതായത് അനിലിനാണോ, ടൊളൂയിഡിനാണോ, ബെൻസൈലമീനാണോ കൂടുതൽ? ടോളുവിഡിൻ. എന്തുകൊണ്ടാ? CH3 ഗ്രൂപ്പ്. ഇപ്പൊ ബെൻസൈലമീനോ? പാരാ പൊസിഷൻ വരുമ്പം കുറയും. എങ്ങനെ? പാരാ പൊസിഷനിൽ വന്നുകൊണ്ടാണോ ഡെൻസിറ്റി കുറഞ്ഞത്? കേട്ടില്ല. പാരാ പൊസിഷനില് CH3 വന്നുകൊണ്ടാണോ? ടൊലുഡിന്റെ കേസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ആയ മീഥൈൽ ഗ്രൂപ്പ് എന്തായാലും ഇലക്ട്രോൺ റിലീസ് ഗ്രൂപ്പ് അല്ലേ? പാരാടോളിഡിനിലും ബെൻസൈലമീനിലും CH3 ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഏതെന്നറിയാനൊരു കൺഫ്യൂഷൻ. രണ്ടെണ്ണത്തിലും CH3 ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതിനാണ് കൂടുതൽ എന്നാണ് ചോദ്യം.
ഏതാ? എങ്ങനെ പറയാം? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ബെൻസൈലമീൻ ആണ്, മോസ്റ്റ് ബേസിക്. എന്തുകൊണ്ടായിരിക്കാം? മീഥേൽ ഡയറക്ട്ലി അമിനോ ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ടാണോ? ഈ രണ്ട് സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിച്ചേ. ഏതായിരുന്നു? ടൊളുവിഡിൻ, പാരാടൊളുവിഡിൻ, ബെൻസൈൻ. ഈ രണ്ട് സ്ട്രക്ചർ ശ്രദ്ധിക്കും. പാരാടൊളുവിഡിൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഈ അമിനോ ഗ്രൂപ്പ് ഈ ബെൻസൈൻ റിങ്ങുമായിട്ട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് അല്ലേ? അല്ലേ? അപ്പൊ ഈ നൈട്രജൻ ഇതിന്റെ ഡീലോക്കലൈസേഷനിൽ പങ്കെടുക്കാൻ ചാൻസ് ഇല്ലേ? ഈവൻ മീഥൈൽ ഗ്രൂപ്പ് ഇവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഇത് ഡീലോക്കലൈസേഷനുള്ള സാധ്യത അവിടെ ഉണ്ടല്ലോ. പക്ഷെ ബെൻസൈലമീന്റെ കേസിലോ അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ടോ? ഉണ്ടോ? ബെൻസൈലമീനിലെ അമിനോ ഗ്രൂപ്പ് ഡയറക്ട്ലി റിങ്ങുമായിട്ട് അറ്റാച്ച്ഡ് ആണോ? അല്ല. അല്ല. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആർക്കായിരിക്കും ബേസിറ്റി കൂടുക? ആരിലുള്ള ഇലക്ട്രോൺ ആണ് അവൈലബിൾ ആവുക പ്രോട്ടോണേഷന്? ഏതായിരിക്കും അപ്പോ? മനസ്സിലായില്ലേ പറഞ്ഞത്? നമ്മളെ എലിമിനേറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഈ രണ്ട് ഓപ്ഷനെയാണ് അല്ലെ? ടൊളുവിഡിനാണോ കൂടുതൽ അതോ ബെൻസൈലാണോ എന്നുള്ളതാണ് നമ്മുടെ കൺഫ്യൂഷൻ. ബാക്കി രണ്ടും നിങ്ങൾക്ക് സംശയമില്ലല്ലോ. ഇനിയാണ് ഈ സംശയം നമ്മൾ ക്ലിയർ ചെയ്യുക. അനിലിന്റെ അല്ലെങ്കിൽ പാരാടൊളുവിഡിൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇതിൽ അമിനോ ഗ്രൂപ്പ് ഡയറക്ട്ലി ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു റിങ്ങിനോട് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ആണ് അല്ലെ? അപ്പോ നൈട്രജന്റെ മുകളിലുള്ള ലോൺ പെയറിന് എന്തിന് ചാൻസ് ഉണ്ട്? ഈ ഡീലോക്കലൈസേഷനിൽ പങ്കെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് അവിടെ ഇലക്ട്രോൺ ഡോണറായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ബെൻസൈലമീനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബെൻസൈലമീൻ എന്ന് പറയുന്ന സമയത്ത് ഈ അമിനോ ഗ്രൂപ്പ് ഡയറക്ട്ലി ഇലക്ട്രിക് ഇങ്ങനത്തെ ഒരു ആരോമാറ്റിക് റിങ്ങിനോട് അറ്റാച്ച്ഡ് അല്ല അല്ലേ? കാർബണുമായിട്ടാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. എന്നിട്ട് പിന്നെയാണ് ഈ ആരോമാറ്റിക് റിങ് വരുന്നത്. അപ്പോ അടുത്ത് ഇല്ലാത്ത അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ളത് അല്ലാതെ ഡയറക്ട്ലി അറ്റാച്ച്ഡ് അല്ലാത്ത കേസിൽ ഡീലോക്കലൈസേഷന് പോകാനുള്ള ചാൻസ് കുറയാണോ കൂടുകയാണോ ചെയ്യാം? കുറയും. അപ്പൊ ആരായിരിക്കും ഏതിലെ ഇലക്ട്രോൺസ് ആയിരിക്കും കൂടുതൽ അവൈലബിൾ ഫോർ പ്രോട്ടോണേഷൻ? ബെൻസൈലമീൻ. യെസ്. അപ്പൊ ബെൻസൈലമീൻ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ എ. മനസ്സിലായോ? അപ്പൊ ബെൻസൈലമീൻ ആണ് ഏറ്റവും കൂടുതൽ. പിന്നെ പാരാടൊളുവിഡിനാണ് വരിക അല്ലെ? പിന്നെ പാരാടൊളുവിഡിനാണ് വരിക. ഈ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോൺ ഡോണർ ഗ്രൂപ്പ് ആയിട്ടുള്ള മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഏതായിരിക്കും? അനിലിൻ. ദെൻ ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ളത് പാരാക്ലോറോ അനിലിൻ. നെക്സ്റ്റ് ഇത് തോന്നുന്നു മഹാരാഷ്ട്രത്തെ DI എക്സാമിന് ചോദിച്ചാന്ന് തോന്നുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് വിൽ ഗിവ് പോസിറ്റീവ് ഡയസറ്റൈസേഷൻ റിയാക്ഷൻ? ഏതാ പോസിറ്റീവ് ഡയസറ്റൈസേഷൻ റിയാക്ഷൻ? ഡയസറ്റൈസേഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നത് ഏത് ടൈപ്പ് കോമ്പൗണ്ട്സാ? പ്രൈമറി അമീൻ. ആരോമാറ്റിക് അമീൻ ആണ്. ഇതിനകത്ത് പ്രൈമറി ആരോമാറ്റിക് അമീൻ ഏതാ? ഓപ്ഷൻ യെസ്, ഓപ്ഷൻ എ, അനിലിൻ. യെസ്. നെക്സ്റ്റ്. അപ്പൊ ഇത്രയും നമ്മൾ അമീൻസ് അല്ലെ? അലിഫാറ്റിക് ആൻഡ് ആരോമാറ്റിക് അമീൻസ്. ഇത്രയും നല്ല കൺഫ്യൂഷൻ ഉണ്ടോ നമുക്ക്? അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. Heterocyclic chemistry. Oxazole is prepared by the condensation of alpha amino carbon compound. നമുക്ക് ഏതൊക്കെ കോമ്പൗണ്ട്സാ പഠിക്കാനുള്ളത് സിലബസിൽ? കുറെ ഉണ്ടല്ലേ. ഹെട്രോസൈക്ലിക്കിന്റെ സിലബസ് അല്ലേ ഏറ്റവും വലുത്. കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോട്ടും അത്യാവശ്യം വലുതായിരിക്കും. നിങ്ങൾ നോക്കി എത്തിയോന്ന് അറിയില്ല. ഓക്സസോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? ഓക്സസോളിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെയാ? നിങ്ങൾ ഇതിനകത്ത് ഹെട്രോസൈക്ലിക് കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഒന്ന് റിങ്ങുകളുടെ പേര് പഠിക്കണം. 5 മെമ്പേർഡ് റിങ്സ് ഏതൊക്കെയാണ്? 6 മെമ്പേർഡ് റിങ്സ് ഏതൊക്കെയാണ്? ഇതിൽ തന്നെ ഒരു ഹെട്രോ ആറ്റം ഏതൊക്കെയാണ്? മോർ ദാൻ 1 ഹെട്രോ ആറ്റംസ് ഉള്ളത് ഏതൊക്കെയാണ്? അതിനെ ഇപ്പോ ഒരു ഫുള്ളി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ചില റിങ്സിനെ ഫുള്ളി സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പേര് മാറുന്നത് കാണാം അല്ലെ? ഫോർ എക്സാമ്പിൾ സ്ഥിരം പറയുന്നതാണ്. ഇതേതാ റിങ് ചോദിക്കട്ടെ. ഇതേതാ? This is pyrrole. ഇതിനെ ഞാൻ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈറോളിന്റെ ഇതോ? ഇത് ഞാൻ 5 മെമ്പേർഡ് ആയിട്ടുള്ള നൈട്രജൻ കണ്ടെയ്നിങ് റിംഗ് ആണ്. 2 നൈട്രജൻ ഉണ്ട്. രണ്ടും തൊട്ടടുത്ത പൊസിഷൻസിലാണ്. ഏതാ? പൈറോളിന്റെ നൈട്രജനോട് തൊട്ടടുത്ത കാർബണിന്റെ അവിടെ സ്ഥാനം മാറിയിട്ട് അവിടെ നൈട്രജൻ വന്നു. അപ്പൊ ഏതാണ് സ്ട്രക്ചർ?
ഏതാ? This is pyrazole. Okay, this is pyrazole. ഇതേതാ? pyridine. pyridine. സംശയമില്ല. ഇതോ? Piperidine. pyridine ഞാൻ fully saturate ചെയ്തു. this piperidine. ഇതെന്താ? pyrimidine. pyrimidine. ഡബിൾ ബോണ്ട് ഇവിടെ ഇല്ല കേട്ടോ. ഇത് പിരിമിഡിനാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതേതാണ്? പൈപ്പ് പിരമിഡ് എന്ന് പറയരുത്. അങ്ങനെ സാധനം ഇതില് 3 ഡബിൾ ബോണ്ടും പോയില്ലേ, അതായത് 6 ഹൈഡ്രജൻ ആഡ് ആയി എന്നല്ലേ ഇതിന്റെ അർത്ഥം, അല്ലേ? സോ ദിസ് ഇസ് ഹെക്സാ ഹൈഡ്രോ പിരമിഡ് കേട്ടോ. എല്ലാം അങ്ങനെ ചേർത്താൽ മതി എന്ന് വിചാരിക്കരുത്. ഇതേതാ? മെമ്പേർഡ് ആണ്. പൈറസിൻ. ദിസ് ഇസ് പൈറസിൻ. അപ്പൊ ഇത് ഫുള്ളി സാച്ചുറേറ്റ് കഴിഞ്ഞാൽ Piperazine. പൈപ്പറസിൻ. ഓക്സസോൾ ഏതാണ്? ഐസോക്സസോൾ ഏതാണ്? Oxygen. Nitrogen ഉണ്ടാവും. Nitrogen. 5 മെമ്പേർഡ് ആണോ 6 മെമ്പേർഡ് ആണോ? 6 member. 5 മെമ്പേർഡ് അല്ലെ? ആ ഓൾ വരുന്നത് കൊണ്ട് 5 മെമ്പേർഡ്. ഏതാണ് ഓക്സസോൾ? ഓക്സസോൾ എന്ന് പറയുമ്പോ ഏതൊക്കെ ഉണ്ട് അതിനകത്ത്? ഓക്സിജനും ഉണ്ട്, നൈട്രജനും ഉണ്ട്, ശരിയല്ലേ? അപ്പൊ ഇത് ഓക്സസോൾ ഐസോക്സസോൾ ആണോ? Oxazole. അപ്പൊ ഐസോക്സസോൾ ഏതാ? Adjacent position nitrogen. യെസ്. അഡ്ജസന്റ് പൊസിഷനിൽ ഓക്സിജനും നൈട്രജനും വന്നു കഴിഞ്ഞാൽ അതെന്താ? ഓക്സസോൾ ആണ് അല്ലെ? 1-3 പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ Oxazole. ഓക്സസോൾ ആണ്. 1-2 പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ ഐസോക്സസോൾ ആണ്. ഇനി അതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ്, ഓരോ ഹെട്രോസൈക്കിൾസിന്റെയും പ്രിപ്പറേഷൻ മെത്തേഡ്സ് മെയിൻ ആയിട്ടുള്ളത് നോക്കി വെക്കാം കേട്ടോ. ഇത് ആക്ച്വലി ജിപാറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മുടെ ഒരു ഏരിയന്ന് ചോദിച്ചതായതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയതാ. ഏതായിരിക്കും ആൻസർ? നിങ്ങൾ അങ്ങനെ പഠിക്കല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഏതാ ഓപ്ഷൻ? എന്താ ചോദ്യം? ഓക്സസോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഓക്സസോൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു റിയേജന്റ് തന്നിട്ടുണ്ട്. ആൽഫ അമിനോ കാർബണൽ കോമ്പൗണ്ട് ആണ് തന്നിട്ടുണ്ട് അല്ലെ? ആൽഫ അമിനോ കാർബണൽ കോമ്പൗണ്ടും ഇമിനോ എസ്റ്ററും. ഓക്കെ, ആൽഫ അമിനോ കാർബണൽ കോമ്പൗണ്ടും ഇമിനോ എസ്റ്ററും അസിറ്റിക് ആസിഡിന്റെ പ്രസൻസിൽ റിഫ്ലക്സ് ചെയ്യുമ്പോൾ റിയാക്ഷൻ മെക്കാനിസം ഒന്നും പറഞ്ഞിരിക്കണമെന്നില്ല, ഓക്സസോൾ ഡെറിവേറ്റീവ് കിട്ടും. ഓക്കെ, ഏതൊക്കെയായിരുന്നു? ആൽഫ അമിനോ കാർബണൽ കോമ്പൗണ്ടും ഇമിനോ എസ്റ്ററും. നെക്സ്റ്റ്, വിച്ച് കോമ്പൗണ്ട് ഇസ് മോസ്റ്റ് ബേസിക്? ഏത് കോമ്പൗണ്ട് ആണ് ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ടുള്ളത്? ഏതൊക്കെയാ അതിലെ കോമ്പൗണ്ട്സ്? ഫസ്റ്റ് ഏതാ? Pyridine. ഏതാ? ഫസ്റ്റത്തെ പിരീഡിൻ ആണ്. സെക്കൻഡ് വൺ Pyrrole. ദിസ് ഇസ് പൈറോൾ. ഇതോ? Pyridine. ഏതാ? യെസ്, പൈറോളിഡിൻ. Imidazole. ലാസ്റ്റ് വൺ Imidazole. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ബേസിക് ആവാൻ ചാൻസ്? Pyrrolidine. പൈറോൾ എന്ന് പറയുന്നത് എന്താ കാരണം? ഇമിഡസോൾ ആണോ? ഏതായിരിക്കും ശരി? പൈറോളും പൈറോളിഡിനും കമ്പയർ ചെയ്യും, ഏതായിരിക്കും? നിങ്ങൾ എപ്പോഴും ആലോചിക്കുക, ഇതിനകത്ത് ഇപ്പൊ നിങ്ങളെ കാണിച്ചതില് ഒന്ന് മാത്രം സാച്ചുറേറ്റഡ് ആണ്, ബാക്കിയെല്ലാം അൺസാച്ചുറേറ്റഡ് ആണ് അല്ലെ? ഇവിടെയൊക്കെ ഡീലോക്കലൈസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കോൺജുഗേറ്റഡ് അല്ലേ? അല്ലെ? ഡീലോക്കലൈസേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പീഡിൻ ആണെന്നുണ്ടെങ്കിലും പൈറോൾ ആണെങ്കിലും ഇമിഡസോൾ ആണെങ്കിലും. അങ്ങനത്തെ ഒരു സാധ്യത എവിടെയും ഇല്ലാത്തത് ഏതാ? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ് അല്ലെ? സാച്ചുറേറ്റഡ് കോമ്പൗണ്ടിൽ ലോൺ പെയറിന് വേറെ എവിടെയും പോവില്ല അല്ലെ? ഒരു പ്രോട്ടോൺ വന്നു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കാനുള്ള സാധ്യത വളരെ കൂടും, ശരിയല്ലേ? അപ്പൊ ഇതിൽ മോസ്റ്റ് ബേസിക് എന്ന് പറയുന്നത് ഏതാണ്? ഏതാ? സാച്ചുറേറ്റഡ് ആയിട്ടുള്ളത് ആരാ? പൈറോളിഡ്. അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് ബേസിക് ഏതായിരിക്കും? ഇതാ. ഓക്കെ, പിരിഡിൻ ബേസിക് ആണോ അല്ലയോ?
പിരിഡിൻ ബേസിക് ആണോ അല്ലയോ? പിരിഡിനിലെ ഡീലോക്കലൈസേഷൻ ഉണ്ടല്ലോ, അപ്പൊ പിരിഡിൻ ബേസിക് ആണോ അല്ലയോ? പിരിഡിനിലെ ഈ ലോൺ പെയർ എവിടെയാ നിൽക്കുന്നത്? SP ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഇനി സപ്പോസ് പൈപ്പറിഡിൻ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കൂ. പൈപ്പറിഡിൻ എന്ന് പറയുമ്പോൾ ഈ നൈട്രജന്റെ ഇതെന്തായിരിക്കും ഹൈബ്രിഡൈസേഷൻ? SP സാച്ചുറേറ്റഡ് അല്ലേ, അപ്പൊ SP3. അപ്പൊ പിരിഡിനെയും പൈപ്പറിഡിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ആരായിരിക്കും കൂടുതൽ ബേസിക്? പൈപ്പരിഡിൻ. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ? ഡീലോക്കലൈസേഷൻ. ഡീലോക്കലൈസേഷൻ അല്ല. ഡീലോക്കലൈസേഷൻ മാത്രമല്ല. ഡീലോക്കലൈസേഷൻ എന്ന് പറയുന്നത് പോസിബിലിറ്റി അവിടെ ഉണ്ട്, സത്യമായിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. SP2 ഹൈബ്രിഡൈസേഷൻ ഒന്ന് SP3 ആണ്. S എന്ന് പറയുന്ന സമയത്ത് ന്യൂക്ലിയസിന്റെ അടുത്ത് കിടക്കുന്ന ഓർബിറ്റൽ അല്ലേ? SP2 എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 Pയും ഒരു S ആണ്. അപ്പൊ S ക്യാരക്ടർ കമ്പയർഡ് ടു SP3. SP3നെ കമ്പയർ ചെയ്യുമ്പോൾ S ക്യാരക്ടർ കൂടുതലല്ലേ? അല്ലേ? അപ്പൊ ഈ ഇലക്ട്രോൺസ് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയസിനോട് അടുത്തിരിക്കുമായിരിക്കും. അപ്പൊ വിട്ടുകൊടുക്കാനുള്ള, അതല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ വന്നു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള മനസ്സ് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ കൊടുക്കാൻ ചാൻസ് ഉള്ളത് ആരാ? SP3 ഹൈബ്രിഡ് ഓർബിറ്റിൽ നിന്നാണ് കൊടുക്കാൻ ചാൻസ്. ഓക്കെ, അപ്പൊ പൈപ്പറിഡിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് പൈപ്പറിഡിനാണ് മോർ ബേസിക്. വാട്ട് അബൌട്ട് ഇമിഡസോൾ? ഇമിഡസോളും ബേസിക് ആണോ അല്ലയോ? 2 നൈട്രജൻ ഉണ്ടായിട്ട് ഇമിഡസോളും പൈറോളും കമ്പയർ ചെയ്യുമ്പോൾ ആരായിരിക്കും മോർ ബേസിക്? പൈറോൾ ആയിരിക്കും, ഇമിഡസോൾ ആയിരിക്കും? എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ? പൈറോളിലെ ലോൺ പെയർ ഡീലോക്കലൈസേഷനിലുണ്ട്. ഇമിഡസോളിലെ ഒരു നൈട്രജനിലെ ലോൺ പെയർ ഡീലോക്കലൈസേഷനിൽ പങ്കെടുക്കും, ഒരെണ്ണം പ്രോട്ടോണേഷൻ അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെയാ, ഒരെണ്ണം ഡീലോക്കലൈസേഷനിൽ പങ്കെടുക്കും, ഒരെണ്ണം ഡീലോക്കലൈസേഷനിൽ പങ്കെടുക്കില്ല. ഇങ്ങനെയാണ്. ഓർബിറ്റിലൊക്കെ വിടും, ഒരു നൈട്രജൻ പങ്കെടുക്കും, ഒരു നൈട്രജനിലെ ലോൺ പെയർ പങ്കെടുക്കില്ല. പക്ഷേ ഇമിഡസോൾ ഇസ് മോർ ബേസിക് ദാൻ പൈറോൾ. ബേസിസിറ്റി കമ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഇമിഡസോൾ ഇസ് മോർ ബേസിക് ദാൻ പൈറോൾ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ ഡീലോക്കലൈസേഷൻ നടന്നാലും ഒരു പ്രോട്ടോൺ വന്ന് വിചാരിക്കുക, ഈ പ്രോട്ടോണേറ്റ് ആയി എന്ന് വിചാരിക്കും. ഓക്കെ, ഈ പ്രോട്ടോണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ഈ പോസിറ്റീവ് ചാർജ് ഡീലോക്കലൈസ്ഡ് ആവും. അപ്പൊ 2 നൈട്രജൻ ഉണ്ട് ഈ പോസിറ്റീവ് ചാർജിനെ അക്കോമഡേറ്റ് ചെയ്യാൻ. അപ്പൊ റെസൊണൻസ് സ്ട്രക്ചർ കൂടുതൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് കൂടുതലുള്ള ആളാണ് മോസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയാം. അപ്പൊ പ്രോട്ടോണേറ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കാറ്റയോൺസിൽ മോസ്റ്റ് നമ്പർ ഓഫ് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും ഇമിഡസോൾ ആയതുകൊണ്ട് ഇമിഡസോൾ ഇസ് മോർ ബേസിക് ദാൻ പൈറോൾ. ഓർത്തിരുന്നാൽ മതി. ഇത്ര എക്സ്പ്ലനേഷൻ നമുക്ക് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കില്ല എന്ന് വിചാരിക്കാം. ഇത്രയും പറയാൻ പറ്റും. വ്യത്യാസം മനസ്സിലായോ? പൈറോളും ഇമിഡസോളും ബേസിക് തന്നെയാണ്, ബട്ട് ഇമിഡസോൾ ഇസ് മോർ ബേസിക് ദാൻ പൈറോൾ. കാരണം പ്രോട്ടോണേഷൻ നടന്നുണ്ടാകുന്ന കാറ്റയോണിൽ മോർ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാൻ പറ്റുന്നത് ഇമിഡസോളിന് ആയതുകൊണ്ടാണത്. ഓക്കെ, ഇത്രയും ആയിട്ടാണെന്നില്ല. നെക്സ്റ്റ്, എൽപ്സ് റിയാക്ഷൻ ക്യാൻ ബി യൂസ് ടു പ്രിപ്പയർ. എൽപ്സ് റിയാക്ഷൻ ക്യാൻ ബി യൂസ് ടു പ്രിപ്പയർ. ഏത് പ്രിപ്പയർ ചെയ്യാനാണ് എൽപ്സ് റിയാക്ഷൻ യൂസ് ചെയ്യുക? ഏതാ? നാഫ്തസിൻ ആണോ? ഓക്കെ, പോളിന്യൂക്ലിയർ ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹെട്രോസൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സൈക്ലിക് കോമ്പൗണ്ട് ഹാവിങ് കാർബണും ഹൈഡ്രജനും ഒന്നും അല്ലാത്ത ഒരു ആറ്റം ആ റിംഗിലെ മെമ്പർ ആയിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ഹെട്രോ ആറ്റംസ് എന്ന് പറയാം. നൈട്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, സിലിക്കൺ, ഇങ്ങനെയൊക്കെയുള്ള ഹെട്രോ ആറ്റംസ് വരാം, സൾഫർ ഒക്കെ വരാം അല്ലെ. ഇനി ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, പോളിന്യൂക്ലിയർ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഏതൊക്കെയാണ്? മോർ ദാൻ 1 aromatic rings ഫ്യൂ സ്ട്രക്ചേഴ്സിന് അല്ലേ. 2 ബെൻസീൻ റിംഗ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാഫ്തലിൻ കിട്ടും. അതിലേക്ക് ഞാൻ ഒരു ബെൻസീൻ റിംഗ് കൂടെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആന്ത്രസീൻ കിട്ടും. അത് ഇങ്ങനെ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷെ അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ഫ്യൂസ് ഫിനാൻദ്രി. ഓക്കെ, ഈ നാഫ്തലിൻ റിംഗിലേക്ക് ഒരു ബെൻസീൻ റിംഗ് കൂടെ ഞാൻ ഫ്യൂസ് ചെയ്തു. നാഫ്തസീൻ. 2 നാഫ്തലിൻ റിംഗ് കൂട്ടി ഫ്യൂസ് ചെയ്ത പോലെ ദിസ് ഇസ് നാഫ്തസീൻ. ഓക്കെ, ഇനി ചോദ്യം, എൽപ്സ് റിയാക്ഷൻ, അതായത് ഇപ്പം നാഫ്തലിൻ സിന്തസൈസ് ചെയ്യാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാ? നാഫ്തലിന്റെ സിന്തസിസിൽ ഹാവേർഡ് സിന്തസിസ്. ആന്ത്രസീനോ? ഹാവേർഡ് സിന്തസിസും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ എൽപ്സ് റിയാക്ഷനും യൂസ് ചെയ്യാം.
ഓക്കെ, അപ്പൊ എന്താണ് നാഫ്തലിനും ആന്ത്രസീനും ഈ ഹാർവേർഡ് സിന്തസിസ് വഴി പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം? ഒന്ന് സക്സീനിക് സ്റ്റാർട്ട് ചെയ്യുന്ന അൺഹൈഡ്രേറ്റ്, മെറ്റീരിയൽ ഏതാ? നാഫ്തലിന്റെ സിന്തസിസിൽ ഏതാ? ബെൻസീനും സക്സീനിക് അൺഹൈഡ്രേറ്റും. ബെൻസീനും സക്സീനിക് സക്സിനിക് അൻഹൈഡ്രൈഡും. ബെൻസീനും സക്സിനിക് അൻഹൈഡ്രൈഡും കൂടെ കമ്പൈൻ பண்ண ഹാർവേർഡ് സിന്തസിസ് നടത്തി കഴിഞ്ഞാൽ നാഫ്തലിൻ കിട്ടും. നേരെ മറിച്ച് ബെൻസീനോ ബെൻസീനാണോ ഏതാ? ആന്ത്രസീന്റെ സിന്തസിൽ ബെൻസീനും താലിക് അൻഹൈഡ്രൈഡ് ആണ് അല്ലെ. താലിക് അൻഹൈഡ്രൈഡും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഹാർവേർഡ് സിന്തസിസ് നടത്തി കഴിഞ്ഞാൽ ആന്ത്രസീൻ കിട്ടും. ഓക്കെ, ബെൻസീൻ സക്സിനിക് അൻഹൈഡ്രൈഡും കൂടെ കമ്പൈൻ ചെയ്ത നാഫ്തലിൻ, ബെൻസീൻ താലിക് അൻഹൈഡ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഹാർവേർഡ് സിന്തസിസ് വഴി കിട്ടുന്നത് ആന്ത്രസീൻ. ആന്ത്രസീൻ പ്രിപ്പയർ ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് എൽപ്സ് റിയാക്ഷൻ. എങ്ങനെയാ? പൈറോളിസിസ് ഓഫ് ഡൈഫീനൽ കീറ്റോൺ. ഡൈഫീനൽ കീറ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കീറ്റോ ഗ്രൂപ്പിന്റെ രണ്ടറ്റത്ത് ഫീനൽ. ഓക്കെ, ഡൈഫീനൽ കീറ്റോൺ വിത്ത് ഓർത്തോ പൊസിഷനിൽ ഒരു മിഡിൽ ഗ്രൂപ്പും കൂടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? പൈറോളിസിസ് നടത്തുക. പൈറോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് വിത്ത് ഹീറ്റ് അല്ലെ. ഹീറ്റ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാ പറയാ. ഓക്കെ, അപ്പൊ ഈ റിയാക്ഷൻ ആണ് എൽപ്സ് റിയാക്ഷൻ എന്ന് പറയാ, യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ആന്ത്രസീൻ. നെക്സ്റ്റ്, പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ ബെൻസീൻ ആൻഡ് സക്സിനിക് അൻഹൈഡ്രൈഡ് ബൈ ഹാർവേർഡ് സിന്തസിസ് ഏതാ? നാഫ്തലിൻ. ബെൻസീനും സക്സിനിക് അൻഹൈഡ്രൈഡും നാഫ്തലിൻ. യെസ്. സ്റ്റിറോയ്ഡ് ന്യൂക്ലിയസ് കണ്ടെയ്ൻസ് ഡെറിവേറ്റീവ് ഓഫ് വിച്ച് റിംഗ്? സ്റ്റിറോയ്ഡ് ന്യൂക്ലിയസിൽ ഇതിൽ ഏത് റിംഗിന്റെ ഡെറിവേറ്റീവ് ആണ്? ബെൻസീൻ ആണോ? സ്റ്റിറോയ്ഡ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? അറിയാം, ദിസ് ഇസ് ഫിനാൻഡ്രൈൻ റിംഗ്. ഈ ഫിനാൻഡ്രൈൻ റിംഗിനെ ഡബിൾ ബോണ്ട് എല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ അതിനെ പെർഹൈഡ്രോ ഫിനാൻഡ്രീൻ എന്ന് പറയും. ഈ പെർഹൈഡ്രോ ഫിനാൻഡ്രീനിലേക്ക് ഒരു സൈക്ലോ പെൻറ്റൈൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് സ്റ്റിറോയ്ഡ് ന്യൂക്ലിയസ്. സൈക്ലോ പെൻറ്റനോ പെർഹൈഡ്രോ ഫിനാൻഡ്രീൻ അല്ലെ. അപ്പോ സാച്ചുറേറ്റഡ് ഫിനാൻഡ്രീൻ റിംഗ് ഫ്യൂസ്ഡ് വിത്ത് സൈക്ലോ പെൻറ്റൈൻ റിംഗ് ആണ് ഏത്? സ്റ്റിറോയ്ഡ് ന്യൂക്ലിയസ്. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ഇലക്ട്രോഫൈൽസ് പ്രിഫറബിൾ അറ്റാക്സ് അറ്റ് ഡാഷ് പൊസിഷൻ ഇൻ നാഫ്തലിൻ. ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഏതാ? ആൽഫ പൊസിഷൻ. 1 പൊസിഷനിലല്ലേ അറ്റാക്ക് വരുന്നത് ഇലക്ട്രോഫൈൽ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റിയാക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നാഫ്തലിന്റെ റിയാക്ഷൻസ് നോക്കൂ. നൈട്രേഷൻ, സൾഫണേഷൻ അല്ലെ. നൈട്രേഷൻ റിയാക്ഷൻ ഒക്കെ ഇരിക്കുന്നത് കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിന്റെയും സൾഫ്യൂരിക് ആസിഡിന്റെയും പ്രസൻസിൽ നൈട്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 1 നൈട്രോ നാഫ്തലിൻ അല്ലേ. 1 നൈട്രോ നാഫ്തലിൻ അല്ലേ. അതായത് ആൽഫ പൊസിഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ചൂസ് ദി മോസ്റ്റ് ബേസിക് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് among the following. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. പിരിഡിൻ, ഇമിഡസോൾ, പൈറോൾ, പൈറോളിഡിൻ ഏതാ? പൈറോളിഡിൻ. യെസ്. പിരിഡിൻ is more basic than പൈറോൾ. എന്താ കാരണം? പിരിഡിനാണ് മോർ ബേസിക്. എന്തുകൊണ്ടാ? ഇത് പൈറോൾ ആണ്. പൈറോളിലെ നൈട്രജനിലെ ലോൺ പെയർ ഇസ് അവൈലബിൾ ഫോർ ഡീലോക്കലൈസേഷൻ. നേരെ മറിച്ച് പിരിഡിനിലാണെങ്കിലോ അത് sp2 ഹൈബ്രിഡ് ഓർബിറ്റലിലാണ് നിൽക്കുന്നത്. ഇറ്റ് ഇസ് നോട്ട് അവൈലബിൾ ഫോർ ഡീലോക്കലൈസേഷൻ. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഏതാ? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓൺ നൈട്രജൻ ഇൻ പിരിഡിൻ ഇസ് ലോക്കലൈസ്ഡ്. മനസ്സിലായോ? സംശയം ഉണ്ടോ? ഇബിലിറ്റി കമ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? സ്പീഡ് കൂടുതലുണ്ടോ? ഇനിയും കുറെ 10, 40, 60 ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മനസ്സിലായോ? യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഇസ് നോട്ട് ആരോമാറ്റിക്? പിരിഡിൻ, പൈറോൾ, ഫ്യൂറാൻ, പൈപ്പറിഡിൻ. എന്തോ അതിനകത്ത് ഡബിൾ ബോണ്ട്സ് ഒന്നുമില്ല അല്ലെ. സാച്ചുറേറ്റഡ് ആണ്, കോൺജുഗേറ്റഡ് അല്ല, ഡീലോക്കലൈസേഷൻ ഉള്ള ഒരു ചാൻസേ ഇല്ല. സോ പൈപ്പറിഡിൻ ഇസ് നോട്ട് ആരോമാറ്റിക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഇസ് ഹാവിംഗ് തയഡയസോൾ റിംഗ് സിസ്റ്റം? അടുത്തൊരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് റിംഗ്, ഈ ഏത് ഡ്രഗിനകത്താണ് ഈ റിംഗ് ഉള്ളതെന്ന രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഏതാ തയഡയസോൾ റിംഗ് ഉള്ളത്? ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതാ? അസറ്റസോളമൈഡ്, ഡൈക്ലോറോഫെനമൈഡ്. ഇത് രണ്ടും എന്താണ്? ഡയോട്ടിക്സ് ആണല്ലേ. കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സിൽ വരുന്നതാണ് അസറ്റസോളമൈഡും ഡൈക്ലോറോഫെനമൈഡും. ഫ്രൂസിമൈഡോ? പൈറനോലാക്ടോൺ. ഏതാ? പൊട്ടാസ്യം സ്പെയറിംഗിൽ വരുന്നു. സ്പൈറനോലാക്ടോണിന്റെ സ്ട്രക്ചറിലുള്ള പ്രത്യേകത എന്താ? സ്റ്റിറോയിഡ് ആണ്. സ്റ്റിറോയിഡ് ഡയോറിറ്റിക് ആണ് സ്പൈറനോലാക്ടോൺ. ഫ്രൂസിമൈഡിൽ വരുന്ന റിംഗ് ഏതാ?
ഫ്യൂറാൻ. ഫ്യൂറാൻ ആണ്, അതുപോലെ തന്നെ അതിനകത്ത് സൾഫണാമൈഡും ആണ് അല്ലെ, സൾഫണാമൈഡും ആണെന്ന് പറയാം. ഇനി ബാക്കി രണ്ടുമാണ് നിങ്ങൾ അറിയേണ്ടത് അല്ലെ. ഡൈക്ലോറോഫെനമൈഡ്, അതിന്റെ ആ പേര് നോക്കിയാ ഫെനമൈഡ് എന്നാണ്, അതിൽ ഫീനൈൽ റിംഗ് ഉണ്ടെന്ന് അറിയാം. 2 സൾഫണാമിഡോ ഗ്രൂപ്പ്സ് ഉണ്ട്, പിന്നെ ഡൈക്ലോറോ ഫിനമൈഡ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ ഇതാണ്. അസറ്റസോളമൈഡ് എന്ന് പറയുമ്പോഴോ അതും സൾഫണമൈഡ് ഡെറിവേറ്റീവ് തന്നെയാണ്. റിംഗ് നോക്കുക. ഏതാ, ഒരു സൾഫർ മാത്രമേ ഉള്ളൂന്നുണ്ടെങ്കിൽ എന്താ പറയാ അതിനെ, സൾഫർ മാത്രമുള്ള റിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, Thiophene. ദിസ് ഇസ് തയോഫിൻ അല്ലെ. തയോഫിൻ അല്ലെങ്കിൽ തയോൾ എന്ന് പറയാം. ഇനി ഒരു നൈട്രജൻ വന്നു കഴിഞ്ഞാലോ തയസോളായി. Yes. അഡീഷണലി ഒരു നൈട്രജനും കൂടെ വന്നു കഴിഞ്ഞാൽ 2 അസ അല്ലെ, തയ ഡയസോൾ. അപ്പൊ തയ ഡയസോൾ ഡെറിവേറ്റീവ് ഏതാ, അസറ്റസോളമൈഡ്. ക്ലിയർ അല്ലേ? ഹരിയാന എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ദ ഗിവൻ കോമ്പൗണ്ട് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് പൈ എക്സസീവ് ഹെട്രോസൈക്ലിക് സിസ്റ്റം. എന്താണ് പൈ എക്സസീവ് ഹെട്രോസൈക്ലിക് സിസ്റ്റം? നിങ്ങൾക്ക് അറിയുണ്ടാവില്ല അല്ലെ. ആരോമാറ്റിസിറ്റിക്ക് വേണ്ടതിലും കൂടുതൽ ഇലക്ട്രോൺസ് ഉള്ളത്, വേണ്ടതിലും കൂടുതൽ ഇലക്ട്രോൺസ് എന്നല്ല, ആരോമാറ്റിക് ആവാൻ വേണ്ടി അല്ലാതെ ഇലക്ട്രോൺസ് ഏതിലെങ്കിലും ഉണ്ടോ? Phenolic. ഏതാ? ഫിനോളിൻ, പിരിഡിൻ, പൈറോൾ, പൈറോളിഡിൻ. 4 എണ്ണം നോക്കി, 4 ഓപ്ഷൻ നോക്കി. ഓപ്ഷനോ? ഫിനോളിനാണോ? പൈ എക്സസീവ് ഹെട്രോസൈക്ലിക് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അരോമാറ്റിസിറ്റിക്ക് വേണ്ടിയിട്ട് ലോൺ പെയർ യൂസ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അരോമാറ്റിസിറ്റിക്ക് വേണ്ടിയിട്ട് ലോൺ പെയർ യൂസ് ചെയ്യുന്നത് ഇവിടെ ആരൊക്കെയായിരിക്കും? Pyridine. പിരിഡിൻ യൂസ് ചെയ്യോ? അരോമാറ്റിസിറ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? Pyrrole use. പിരിഡിലെ നൈട്രജൻ എങ്ങനെയാണോ പറഞ്ഞത്? പിരിഡിൻ യൂസ് ചെയ്യുന്നില്ല. ആൻസർ ഇസ് പൈറോളിഡിൻ. അല്ല. അരോമാറ്റിക് ആണോ? പൈറോളിഡിൻ അല്ല, അത് സാച്ചുറേറ്റഡ് ആണ്. അപ്പൊ അതല്ല. പിന്നെ ഏതാ ആൻസർ? Pyrrole. ഏതായിരിക്കും? പൈറോൾ. പൈറോൾ ഇസ് ദി ആൻസർ. നെക്സ്റ്റ്, ചൂസ് ദ മോസ്റ്റ് ബേസിക് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് എമംഗ് ദി ഫോളോയിങ്. മോസ്റ്റ് ബേസിക് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്. പൈറോൾ ആണോ, പൈറോളിഡിൻ ആണോ, പൈറോൾ ആണോ, പൈറോളിഡിൻ ആണോ, ഫ്യൂറാൻ ആണോ, തയോഫിൻ ആണോ? പൈറോള് Pyrrolidine. നിങ്ങൾക്കറിയാം അൺസാച്ചുറേറ്റഡ് ആണ്, ഫ്യൂറാൻ അൺസാച്ചുറേറ്റഡ് ആണ്, തയോഫിൻ ആണ് അല്ലെ. ഇതൊക്കെ അരോമാറ്റിക് ആണ് അല്ലെ. ഇതിൽ അൺസാച്ചുറേഷൻ ഇല്ലാത്തത് ഏതാ? സാച്ചുറേറ്റഡ് ആയിട്ടുള്ളത് പൈറോളിഡിൻ ആണ് അല്ലെ. പൈറോളിഡിനിലെ നൈട്രജനിലെ ലോൺ പെയർ ഈസിലി അവൈലബിൾ ഫോർ പ്രോട്ടോണേഷൻ. ആൻസർ ഇസ് ഓപ്ഷൻ ബി. The heterocyclic ring present in the structure of fentanyl. ഏതാ? നിങ്ങൾക്ക് സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഏതാ? This ring is ഏതാ? 6 മെമ്പേർഡ് ആയിട്ടുള്ള നൈട്രജൻ കണ്ടെയ്നിങ് ഫുള്ളി സാച്ചുറേറ്റഡ് റിംഗ് ഏതാ? റിംഗ് സ്ട്രക്ചർ പ്രസന്റ് ഇൻ സ്ട്രിക്നിൻ. Indole. സ്ട്രിക്നിൻ ഏതാ? ഓക്കെ, ഏതാ റിംഗ് Indole. സ്ട്രക്ചർ ഏതാ? This is ഇൻഡോൾ അല്ലെ. ഇൻഡോൾ. ടിമോലോൾ ഇസ്, ഇതിങ്ങനെ ഹെട്രോസൈക്ലിക് റിംഗ് വെച്ചിട്ടുള്ളത് കണ്ടതുകൊണ്ട് ഇതിനകത്ത് ആഡ് ചെയ്തേ ഉള്ളൂ. ടിമോലോൾ. ടിമോലോളിന്റെ സ്ട്രക്ചർ ഞാൻ തന്നിട്ടുണ്ട്. ഏതൊക്കെയാ ഇതിനകത്തുള്ള? ഏതാ? തയ ഡയസോൾ. ഇതല്ലാതെ ഇപ്പൊ നമ്മൾ വേറെ ഒന്നും കൂടെ പറഞ്ഞില്ലേ, അതേതായിരുന്നു? തയ ഡയസോൾ റിംഗ് കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തത് Acetosolomide. അസറ്റസോളമൈഡ്. അസറ്റസോളമൈഡ്. ഇപ്പടാ ടിമോലോളും തയഡയസോൾ റിംഗ് ഉള്ളതാണ്. ടിമോലോളും തയഡയസോൾ റിംഗ് ആണ്. ഇത് മോർഫോളിൻ ആണ് കേട്ടോ, ഈ സ്ട്രക്ചർ മോർഫോളിൻ. ആൻസർ ഏതാ? 125 തയഡയസോൾ ആണോ 135 തയഡൈൽ ആണോ? അങ്ങനെയാ. അത് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിങ് പഠിക്കണം. ഏതിനാ പ്രയോറിറ്റി? ഹെട്രോസൈക്ലിക് റിംഗിൽ ഏതിനാ പ്രയോറിറ്റി? സൾഫറും നൈട്രജനും വരുമ്പോ ഏതിനാണ് പ്രയോറിറ്റി?
ഈ ഒരു ഓർഡർ പഠിച്ചിട്ടില്ലേ? OSNP, ഓക്സിജൻ, സൾഫർ, നൈട്രജൻ, ഫോസ്ഫറസ്. അപ്പൊ ആർക്ക് ഫസ്റ്റ് നമ്പർ കൊടുക്കും? സൾഫർ 1, 2, 3, 4, 5 അല്ലെ? യെസ്. അപ്പൊ 125 ആണോ 135 ആണോ? സൾഫർ 125 ആണോ 135 തൈഡയസോൾ ആണോ? 125. 125. സിപ്രോഫ്ലോക്സസിൻ ഏതാ? പറയാവോ? It's okay. കഴിഞ്ഞത് നമ്പറിംഗ് ഏതാ? കേട്ടില്ല. നമ്പറിംഗ് എങ്ങനെ? നമ്പറിംഗ് ചെയ്ത് ഒന്നുകൂടി പറയാം. അതായത് ഇത് തൈഡയസോൾ ആണ്. മോർ ദാൻ 1 ഹെറ്ററോ ആറ്റം ഉണ്ട് അല്ലെ? സൾഫർ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. ഓക്കെ. അങ്ങനെ 2 ഹെറ്ററോ ആറ്റം വന്നു കഴിഞ്ഞാൽ, മോർ ദാൻ 1 ഹെറ്ററോ ആറ്റം വന്നു കഴിഞ്ഞാൽ ആർക്കാണ് നമ്പറിംഗിൽ പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളതിന് ഒരു റൂൾ ഉണ്ട്. ഓക്സിജൻ ഉണ്ടെങ്കിൽ ഓക്സിജൻ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ. മോസ്റ്റ് പ്രിഫറൻസ് ആർക്കാണ്? ഓക്സിജന്, പിന്നെ സൾഫർ, പിന്നെ നൈട്രജൻ, പിന്നെ ഫോസ്ഫറസ്. ഇങ്ങനെ വരാം. നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സിന്റെ പ്രയോറിറ്റി പഠിച്ചിട്ടില്ലേ? കാർബോക്സിൽ ഗ്രൂപ്പിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി വരിക എന്ന രീതിയിൽ. അതേപോലെ ഹെറ്ററോ ആറ്റംസിന് നമ്പർ ചെയ്യുന്ന സമയത്തും മോർ ദാൻ 1 ഹെറ്ററോ ആറ്റം വരുന്ന റിങ്ങുകളാണെന്നുണ്ടെങ്കിൽ നമ്പറിങ്ങിന് പ്രയോറിറ്റി ഓർഡർ ഉണ്ട്. അപ്പൊ സൾഫറും നൈട്രജനും ഒരുമിച്ച് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ നമ്പർ ചെയ്യും? സൾഫറിന് ഫസ്റ്റ് നമ്പർ കൊടുക്കണം. സെക്കൻഡ് പൊസിഷനിൽ നൈട്രജൻ. അപ്പൊ ഏതൊക്കെ പൊസിഷനിലാണ് നൈട്രജൻ വന്നത്? 1, 2, 5 അല്ലെ? 1. ക്ലിയർ ആയില്ലേ? ഈ സിപ്രോഫ്ലോക്സസിനുള്ളത് ഏതാ? ന്യൂക്ലിയസ്. എളുപ്പത്തിൽ പറയാവുന്നതേ ഉള്ളൂ. സിപ്രോഫ്ലോക്സസിൻ ഏത് കാറ്റഗറിയാ? ഫ്ലൂറോക്വിനോലോൺസ് ആണ്. ഫ്ലൂറോക്വിനോലോൺസ് ആണ്. യെസ്. അപ്പൊ ഏതാ? ക്വിനോളിൻ റിംഗ് ആണ് അല്ലെ? ക്വിനോളിനും ഐസോക്വിനോളിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നൈട്രജൻ പൊസിഷനിലാണ് ഡിഫറൻസ് അല്ലെ? നൈട്രജൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ, സെക്കൻഡ് പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഐസോക്വിനോൾ എന്ന് പറയും. നെക്സ്റ്റ്, 5-membered heterocyclic compound with 1 heteroatom. 5-membered ആണ് heterocyclic compound with 1 heteroatom. ഏതാ? പിരിമിഡ് എന്ന് പറയുന്ന സമയത്ത് 2 heteroatom ഉണ്ട്. പ്യൂറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ? ദിസ് ഇസ് പ്യൂറാൻ. അസുറിഡിൻ എന്താ? 3-membered ആണ്. സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ? അസുറിഡിൻ സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ? ഏതാ? ഏതാ? അസുറിഡിൻ. ദിസ് ഇസ് അസുറൈൻ. ഓക്കെ. ഇതിന്റെ ഫുള്ളി സാച്ചുറേറ്റഡ് ഫോം ആണ് ഏത്? അസുറിഡിൻ എന്ന് പറയുന്നത്. ഓക്കെ. സാച്ചുറേറ്റഡ് ഫോം ആണ് അസുറിഡിൻ. പിന്നെ ഫിനാൻഡ്രിൻ നിങ്ങൾക്ക് അറിയാം, 5-membered ഒന്നും അല്ല അല്ലെ? 3 റിങ്ങുകൾ ഫ്യൂസ് ചെയ്ത സ്ട്രക്ചർ ആണ്. ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ബേസിക് റിംഗ് പ്രസന്റ് ഇൻ പെപ്റ്റിഡിൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബേസിക് റിംഗ് പ്രസന്റ് ഇൻ പെപ്റ്റിഡിൻ ഏതാ? പെപ്റ്റിഡിൻ. ഓക്കെ. പെപ്റ്റിഡിൻ എന്താ സാധനം? എന്ത് ഡ്രഗാ പെപ്റ്റിഡിൻ? നാർക്കോട്ടിക് അനാൽജസിക്കിൽ വരുന്നതാണല്ലേ? ഒപ്പിയോയിഡ്സിൽ വരുന്നതാണ്. പെപ്റ്റിഡിനിലെ റിംഗ് പൈപ്പറിഡിൻ. നെക്സ്റ്റ്, which of the opium alkaloid is benzyl isoquinoline derivative? ഐസോക്വിനോളിൻ എന്നുള്ള വാക്ക് കണ്ടതുകൊണ്ട് ഏതാ? മോർഫിൻ ഏതാ? മോർഫിൻ ഏതാ? ഫിനാൻഡ്രിൻ ആണ്. കോഡീൻ ഏതാ? പറഞ്ഞോ. ബെൻസൈൽ ഐസോക്വിനോൾ. ഐസോക്വിനോളിൻ റിംഗ്. ദിസ് ഇസ് ബെൻസൈൽ ഗ്രൂപ്പ് അല്ലെ? അപ്പൊ ബെൻസൈൽ ഐസോക്വിനോൾ എന്ന് പറഞ്ഞിട്ടുള്ളത് പപ്പാബറിൻ ആണ്. നെക്സ്റ്റ്, ഹെട്രോസൈക്ലിക് റിംഗ് പ്രസന്റ് ഇൻ ഇൻഡോമെത്തസിൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏതാ? ഇൻഡോമെത്തസിൻ. നിങ്ങൾക്ക് ആ പേര് തന്നെ ആലോചിക്കാം അല്ലെ? ഇൻഡോൾ. നോ ഡൗട്ട്. Isoniazid, nicotinamide and nicotinamide have the following heterocyclic ring in common. ഐസോനിയാസിഡിന്റെ സ്ട്രക്ചർ ഓർമ്മയുണ്ടോ? ഐസോനിയാസിഡിന്റെ സ്ട്രക്ചർ ഇതെന്താ? നിക്കോട്ടിനിക് ആസിഡ്. ഇതോ? നിക്കോട്ടിനമൈഡ്. യെസ്. ഇവിടെ എന്താ വരിക? CO NH2. ഐസോനിക്കോട്ടിനൽ ഹൈഡ്രസൈഡ് അല്ലേ? നിക്കോട്ടിനമൈഡ് അല്ല കേട്ടോ. യെസ്, ദിസ് ഇസ് ഐസോനിക്കോട്ടിനിക് ആസിഡ്. ഐസോനിക്കോട്ടിനിക് ആസിഡിന്റെ ഹൈഡ്രസൈഡ് ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോമൺ ആയിട്ടുള്ള സ്ട്രക്ചർ ഏതാ? അത് നിക്കത്തമൈഡ് ആണ് കേട്ടോ. കോമൺ ആയിട്ടുള്ള റിംഗ് ഏതാ? 3 എണ്ണത്തിന്റെ
Period interest. Which among the following has phenanthrene nucleus? കണ്ണും കൂട്ടി പറയൂ. Morphine. Morphine. Yes. Correct. Select the piperidine dione hypnotic. Echlorvinol, zolpidem, glutathione, estazole. Solpidem. Solpidem. Zolpidem ആണോ? Zolpidem ആണോ? Glutathione. ഉറപ്പിക്കോ? Zolpidemത്തിലെ റിംഗ് ഏതാ? This is not zolpidem. This is glutathione. Okay, this is structure of glutathione. Zolpidemത്തിൽ അതല്ല റിംഗ്. ഇമിഡസോൾ റിംഗ് വരുന്നുണ്ട് സോൾപിഡത്തിൽ. പൈപ്പറിഡിൻ ഇല്ല കേട്ടോ. നെക്സ്റ്റ്, റിയാക്ഷൻസ് ഓഫ് സിന്തറ്റിക് ഇമ്പോർട്ടൻസ്. ഒന്ന് ഒരു ടേബിൾ ആക്കി ഒന്ന് ചുരുക്കി ഞാൻ പറഞ്ഞുതരാം. കാർബണൽ കോമ്പൗണ്ട്സിൽ വരുന്ന ഒരു 3 റിഡക്ഷൻ റിയാക്ഷൻസ് ആദ്യം ഓർത്തിരിക്കാം. കാർബണൽ കോമ്പൗണ്ട്സിന്റെ റിഡക്ഷൻ റിയാക്ഷൻസ് 3 ഉണ്ട്. ഏതൊക്കെയാ? മെറ്റൽ ഹൈഡ്രൈഡ് റിഡക്ഷൻ ഉണ്ട്, ക്ലെമൻസൺ റിഡക്ഷൻ ഉണ്ട്, വോൾഫിഷ് ഉണ്ട് അല്ലെ. മെറ്റൽ ഹൈഡ്രൈഡ് റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന റിയേജന്റ് ഏതൊക്കെയാ? ഹൈഡ്രൈഡ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഏതൊക്കെയാ? ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, സോഡിയം ബോറോ ഹൈഡ്രൈഡ്. യെസ്, ഇതിനകത്ത് മോർ സ്ട്രോങ്ങർ റിയേജന്റ് ഏതാ? ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണോ സോഡിയം ബോറോ ഹൈഡ്രൈഡ് ആണോ? Aluminum hydride. ഏതാ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത്? ഏതാ? ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത് ഒരു ആൽക്കോക്സൈഡ് ആനയോൺ ആണ് കേട്ടോ. ഓക്കെ, ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡും സോഡിയം ബോറോ ഹൈഡ്രൈഡും തമ്മിൽ 2 റിയേജൻസ് ഉണ്ട്. ഈ 2 റിയേജൻസിൽ മോസ്റ്റ് സ്ട്രോങ്ങർ എന്ന് പറയുന്നത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ്. ഓക്കെ, ഇനി അതിനകത്ത് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് ആൽക്കോക്സൈഡ് ആണ്. പ്രൊഡക്റ്റ് എന്താ? Alcohol. എന്താണ് റിയാക്ഷൻ? സപ്പോസ് ഇതൊരു കീറ്റോൺ ആണെന്ന് വിചാരിക്കാം. ഏതോ ആൽഡിഹൈഡോ കീറ്റോണോ കാർബോക്സിലിക് ആസിഡ് ഒക്കെയാണ്. ഇതിനെ ഞാൻ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് അല്ലെങ്കിൽ ബോറോൺ സോഡിയം ബോറോ ഹൈഡ്രൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇൻ കേസ് പ്രൊഡക്റ്റ് എഴുതാൻ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്ത് സംഭവിക്കും? ഈ ഡബിൾ ബോണ്ടോ പോയിട്ട് ഇവിടെ 2 ഹൈഡ്രജൻ വരും. 2 ഹൈഡ്രജൻ അല്ല, സോറി, ഈ ഡബിൾ ബോണ്ടോ മാറിയിട്ട് എന്താവും? ഇതിവിടെ OH ആയിട്ട് മാറും. ഡബിൾ ബോണ്ടോ മാറി എന്തായിട്ട് മാറും? OH ആയിട്ട് മാറും. അതായത് ആൽക്കഹോൾ ആണ് കിട്ടുക. മനസ്സിലായോ? അപ്പൊ കീറ്റോൺ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, മെറ്റൽ ഹൈഡ്രൈഡ് റിഡക്ഷൻ വഴി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ്? പ്രൈമറി ആൽക്കഹോൾ ആണോ സെക്കൻഡറി ആൽക്കഹോൾ ആണോ കിട്ടുക? കീറ്റോൺ ഏതാ? സെക്കൻഡറി ആൽക്കഹോൾ ആണ്. ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, ഇനി കാർബോക്സിലിക് ആസിഡ്സിനെ ഈ മെറ്റൽ ഹൈഡ്രൈഡ് റിഡക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഡിയം ബോറോ ഹൈഡ്രൈഡ് യൂസ് ചെയ്യോ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് യൂസ് ചെയ്യോ? യെസ്, സ്ട്രോങ്ങർ റിയേജന്റ് വേണം യൂസ് ചെയ്യാൻ. സ്ട്രോങ്ങർ റിയേജന്റ് ആയിട്ടുള്ള ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ് കാർബോക്സിലിക് ആസിഡിലെ കീറ്റോൺ ഗ്രൂപ്പിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അത്രയും ഓർത്തിരിക്കുക. ഇനി കാർബണൽ കോമ്പൗണ്ട്സിന്റെ വേറെ 2 റിയാക്ഷൻ, അതായത് കാർബണൽ ഗ്രൂപ്പിനെ മെഥിലിൻ ഗ്രൂപ്പായിട്ട് റെഡ്യൂസ് ചെയ്യുന്ന 2 റിയാക്ഷൻസ്. രണ്ടിനെ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് വോൾഫിഷ് റിഡക്ഷൻ, ഒന്ന് ക്ലെമൻസൺ റിഡക്ഷൻ. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്താ? റിയേജൻസിലാണ് വ്യത്യാസം അല്ലെ. കാർബണൽ ഗ്രൂപ്പ് ഓക്കെ കീറ്റോൺ ആണെന്ന് വിചാരിക്കും. ഈ കീറ്റോണിനെ അമാൽഗമേറ്റ് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡബിൾ ബോണ്ടോ മാറിയിട്ട് എന്താവും? അവിടെ 2 ഹൈഡ്രജൻ ആഡ് ആവും. അതായത് CH2 മെഥിലിൻ ഗ്രൂപ്പ് ആയിട്ട് അത് മാറും. അതായത് കീറ്റോൺ എന്തായി മാറി? ഒരു നോർമൽ ഹൈഡ്രോകാർബൺ ആയിട്ട് മാറി. ഓക്കെ, ഇത് ആസിഡ് മീഡിയത്തിലാണ് നടക്കുന്നത്. റിയേജന്റ് ഓർത്തിരിക്കുക. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അമാൽഗമേറ്റഡ് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും ക്ലെമൻസൺ റിഡക്ഷൻ ആണ് കാർബണൽ കോമ്പൗണ്ട്സിനെ മെഥിലിൻ ഗ്രൂപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് മെറ്റൽ ഹൈഡ്രൈഡ് റിഡക്ഷൻ എന്തിനായിരുന്നു? കാർബണൽ കോമ്പൗണ്ട് ആക്കി മാറ്റാനാ? ആൽക്കഹോൾ ആക്കി മാറ്റാനാണ്. യെസ് യെസ്. അപ്പൊ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞു. ക്ലെമൻസൺ റിഡക്ഷനിൽ ഒന്ന് ആസിഡ് മീഡിയത്തിലാണ്. ഇനി വോൾഫിഷർ ആണെന്നുണ്ടെങ്കിലോ ഹൈഡ്രസീൻ ഇൻ പ്രസൻസ് ഓഫ് എ ബേസ്, ബേസിക് മീഡിയത്തിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. പ്രൊഡക്റ്റ് സെയിം അല്ലേ? പ്രൊഡക്റ്റ് ഹൈഡ്രോ കാർബൺ തന്നെയാണ്. വ്യത്യാസം എന്താ? ഒന്ന് ബേസിക് മീഡിയത്തിലാണ്, ഹൈഡ്രജൻ ആണ് റിയേജന്റ്. ഏത്? വോൾഫിഷർ റിഡക്ഷൻ. അതിൽ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത് ഹൈഡ്രസോൺ ആണ്. ഓക്കെ, ക്ലെമൻസൺ റിഡക്ഷനിൽ ഒരു കാർബാനിയോൺ ഇന്റർമീഡിയറ്റ് ആണ് ഫോം ചെയ്യുക. ക്ലിയർ അല്ലേ? ഇനി ബെർച്ച് റിഡക്ഷൻ. ബെർച്ച് റിഡക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ആരോമാറ്റിക് കോമ്പൗണ്ടുകൾ, ആരോമാറ്റിക് റിങ്സിനെ ആൽക്കലി മെറ്റൽസിന്റെ പ്രസൻസിൽ, സോഡിയം അല്ലെങ്കിൽ ലിഥിയം പോലെയുള്ള ആൽക്കലി മെറ്റൽസിന്റെ പ്രസൻസിൽ, അതുപോലെ തന്നെ ഇൻ പ്രസൻസ് ഓഫ് എൻ ആൽക്കഹോൾ എന്താക്കി മാറ്റും? അൺകോൺജുഗേറ്റഡ് സൈക്ലോഹെക്സാഡൈൻസ് ആക്കി മാറ്റും. 1,4 അഡീഷൻ.
അൺകോൺജുഗേറ്റഡ് സൈക്ലോ ഹെക്സാഡൈൻസ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ് ബെർച്ച് റിഡക്ഷൻ. ഇനി നെക്സ്റ്റ് ഓപ്പൺ ഓർ ഓക്സിഡേഷൻ. ഏതാ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ? സെക്കൻഡറി ആൽക്കഹോൾസിന് സ്പെസിഫിക് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഓപ്പൺ ഓർ ഓക്സിഡേഷൻ. ഓക്കെ, സെക്കൻഡറി ആൽക്കഹോൾ ഇൻ പ്രസൻസ് ഓഫ് എക്സസ് അസിഡ് ആൻഡ് അലുമിനിയം ട്രൈ ഐസോപ്രോപ്പോക്സൈഡ് എന്തായിട്ട് മാറും? കീറ്റോൺ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. ഓപ്പൺ ഓർ ഓക്സിഡേഷൻ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ സ്പെസിഫിക് ഫോർ സെക്കൻഡറി ആൽക്കഹോൾസിന് യൂസ് ചെയ്യുന്നതാണ്. ഏതൊക്കെയാ റിയേജൻസ് വരുന്നത്? അസറ്റോണും അലുമിനിയം ട്രൈ ഐസോപ്രോപ്പോക്സൈഡും. പ്രൊഡക്റ്റ് ചെയ്താ കീറ്റോൺ ആണ്. ഓപ്പൺ ഓർ ഓക്സിഡേഷൻ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? യെസ്, കൊളസ്ട്രോളിനെ ഓപ്പൺ ഓർ ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? എന്താ കിട്ടുക? കൊളസ്ട്രോളിന്റെ എവിടെയാണോ ഓയിച്ചുള്ളത്? റിങ്ങിൽ എവിടെയാ ഓയിച്ചുള്ളത്? എവിടെയാ ഓയിച്ചുള്ളത്? ഏത് പൊസിഷനിലാ ഉള്ളത്? അങ്ങനെയായിരുന്നില്ലേ ക്വസ്റ്റ്യൻ? കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിറോയിഡ് ആണെന്ന് അറിയാം അല്ലെ? സ്ട്രക്ചർ ഞാൻ മുഴുവൻ വരയ്ക്കുന്നില്ല. ഏത് പൊസിഷനായിരുന്നു ഓയിച്ചുണ്ടായിരുന്നത്? നമ്മുടെ പൊസിഷനിലല്ലേ? അല്ലെ? തേർഡ് പൊസിഷനിലുള്ള ഓയിച്ച് അല്ലെ? സെക്കൻഡറി ആൽക്കഹോൾ ആണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണ്. അപ്പൊ ഓപ്പൺ ഓർ ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് ഈ ഓയിച്ച് എന്തായിട്ട് മാറും? ഓയിച്ച് എന്തായിട്ട് മാറും? ഓക്സിഡൈസ് ടു കീറ്റോ ഗ്രൂപ്പ് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് കൊളസ്ട്രോൾ എന്തായിട്ട് മാറും? കൊളസ്റ്റൻ 2 on. 3 on. ഓക്കെ, നെക്സ്റ്റ് ഡാക്കിൻസ് റിയാക്ഷൻ. ഡാക്കിൻസ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ബെൻസാൽഡിഹൈഡ്, അരോമാറ്റിക് ആൽഡിഹൈഡ് വിത്ത് ഓർത്തോ ആൻഡ് പാരാ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളത്, അതല്ലെങ്കിൽ ഓർത്തോ അമിനോ ബെൻസാൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ. ഈ രീതിയിലുള്ള കീറ്റോൺ ഓർത്തോ ആൻഡ് പാരാ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് ആവാം, അല്ലെങ്കിൽ ഓർത്തോ അമിനോ ബെൻസാൽഡിഹൈഡ് ആവാം, അല്ലെങ്കിൽ ഇതിന്റെ കീറ്റോൺ ഫോം ആവാം. ഇത് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രസൻസിൽ ബേസിക് പി എച്ചിൽ ഫീനോൾ ആയിട്ട് റെഡ്യൂസ് ആവും. ക്ലിയർ ആണോ? അതായത് അതിനകത്തുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഏതാണോ അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പ് ഏതാണോ അതെന്തായിട്ട് മാറും? അത് ഓയിച്ചായിട്ട് മാറും. മനസ്സിലായോ? ശരി, ദിസ് ഇസ് CHO, ദിസ് ഇസ് ബെൻസാൽഡിഹൈഡ് അല്ലെ? ഓയിച്ചും ഉണ്ട്, പാരാ ഓർത്തോ പൊസിഷനിലും ഉണ്ട്, അതിന്റെ പാരാ പൊസിഷനിലും ഹൈഡ്രോക്സി ഗ്രൂപ്പും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഓർത്തോ ആൻഡ് പാരാ ഡൈഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് ആണല്ലോ ഇത്. ഇതിനെ ആൽക്ലൈൻ ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ CHO മാറിയിട്ട് അവിടെ അത് റീപ്ലേസ് ചെയ്തുകൊണ്ട് OH ഗ്രൂപ്പ് വരും. ക്ലിയർ ആണോ? ഡാക്കിൻ റിയാക്ഷൻ എന്താന്ന് മനസ്സിലായോ? എന്താ സംഭവിക്കുന്നത്? ആൽഡിഹൈഡ് ഗ്രൂപ്പ് മാറിയിട്ട് അവിടെ ഹൈഡ്രോക്സി ഗ്രൂപ്പ് വരും. അതായത് ഫീനോൾ ഡെറിവേറ്റീവ് ആയിട്ട് മാറും. ഈ റിയാക്ഷൻ ആണ് ഡാക്കിൻസ് റിയാക്ഷൻ. റിയേജന്റ് ഓർത്തിരിക്കുക, ആൽക്ലൈൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്ന അറൈൽ ഫോർമേറ്റ് ഇന്റർമീഡിയറ്റ്. നെക്സ്റ്റ് ഷ്മിഡ് റീഅറേഞ്ച്മെന്റ്. അസൈഡും കാർബണിൽ ഡെറിവേറ്റീവ്സും, കാർബണിൽ കോമ്പൗണ്ട്സ് അല്ല, ആൽഡിഹൈഡോ കീറ്റോണോ ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് എന്ത് സംഭവിക്കും? അസിഡിക് മീഡിയത്തിൽ, അസിഡിക് മീഡിയം എന്ന് പറയുമ്പോൾ HN3 ഏതാ? ഹൈഡ്രസോയിക് ആസിഡ് ആണ്. ഹൈഡ്രസോയിക് ആസിഡിന്റെ പ്രസൻസിൽ എന്തായിട്ട് മാറും? കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ, അതായത് കാർബൺ ഡെറിവേറ്റീവ് ഏതൊക്കെ ആവാം? ആൽഡിഹൈഡ് ആവാം, കീറ്റോൺ ആവാം, കാർബോക്സിലിക് ആസിഡ് ആവാം അല്ലെ? അതിൽ കാർബോക്സിലിക് ആസിഡ് ആണെന്നുണ്ടെങ്കിൽ ഷ്മിഡ് റീഅറേഞ്ച്മെന്റ് ചെയ്യുമ്പോൾ അമീൻ ആണ് കിട്ടുക. കീറ്റോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അമൈഡ് ആയിരിക്കും പ്രൊഡക്റ്റ്. ഓക്കെ, ബെക്മാൻ റീഅറേഞ്ച്മെന്റ്. ബെക്മാൻ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ കീറ്റോ ഓക്സൈൻസ് ചില ആസിഡ്സിന്റെ പ്രസൻസ്, പോളിഫോസ്ഫോറിക് ആസിഡ് ആവാം, സൾഫ്യൂരിക് ആസിഡ് ആവാം, ഇതിന്റെയൊക്കെ പ്രസൻസിൽ എന്തായിട്ട് മാറും? റീഅറേഞ്ച്മെന്റ് നടന്നിട്ട് N സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ പ്രൊഡക്റ്റ് N സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമൈഡ് ആണ്. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഓക്സൈം ആണ്. റിയേജൻസ് എന്ന് പറയുന്നത് ആസിഡ്സ് ആണ്. നെക്സ്റ്റ് ഒരു റിയാക്ഷനും കൂടി ഉണ്ട്, ക്ലെയ്സൺ ഷ്മിഡ് കണ്ടൻസേഷൻ. അരോമാറ്റിക് ആൽഡിഹൈഡ് വിത്തൗട്ട് ആൽഫ ഹൈഡ്രജനും ആലിഫാറ്റിക് ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോൺ വിത്ത് ആൽഫ ഹൈഡ്രജനും കൂടെ കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ്. ഇൻ പ്രസൻസ് ഓഫ് സ്ട്രോങ് ബേസ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആവാം, ഓക്കെ, അല്ലെങ്കിൽ ഒരു ആൽക്കഹോൾ ആവാം. അതിന്റെ പ്രസൻസിൽ എന്തായിട്ട് മാറും? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ആണ് പ്രൊഡക്റ്റ്. ഇന്റർമീഡിയറ്റ് ഒരു ആൽഡോൾ ഫോം ചെയ്യും. ഓക്കെ, ഇത് എന്തിന്റെ സിന്തസിന് വേണ്ടി യൂസ് ചെയ്യാം? സിന്നമാൽഡിഹൈഡിന്റെ, അതുപോലെ ചില ചാൽക്കോൺ ഡെറിവേറ്റീവ്സിന്റെ ഒക്കെ സിന്തസിന് വേണ്ടി യൂസ് ചെയ്യാം. ഇനി ക്വസ്റ്റ്യൻസ്. സെറ്റ് ഓഫ് സ്പെസിഫിക് റിയേജൻസ് യൂസ്ഡ് ഇൻ ദി ബിലോ മെൻഷൻസ് ഓഫ് മെറ്റാ N-butyl toluene from N-propyl metatoluene ketone in basic mediums. ചോദ്യം മനസ്സിലായോ? പേര് കേട്ട് പേടിക്കണ്ട. എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? സ്റ്റാർട്ടിംഗ് മെറ്റീരിയലും പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം? കീറ്റോ ഗ്രൂപ്പ് ഇവിടുന്ന് മാറി അല്ലെ? കീറ്റോ ഗ്രൂപ്പ് മാറി അവിടെ CH2 ആയി. അങ്ങനെ നമ്മൾ രണ്ട് റിയാക്ഷൻ അല്ലേ ഇപ്പൊ പഠിച്ച? ഏതൊക്കെയായിരുന്നു നമ്മൾ?
വോൾഫിഷ്ണറും പഠിച്ചു, ക്ലെമൻസണും പഠിച്ചു. നേരത്തെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ബേസിക് മീഡിയ ആണെന്ന്. അപ്പൊ ഏതായിരിക്കും ഏജന്റ്? വോൾഫിഷ്ണർ. അപ്പൊ ഇതിൽ ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ സി അല്ലേ? പ്രൊഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ. ഇതും നിങ്ങൾക്ക് എളുപ്പം പറയാം. ഏതാ? ഏതാ റിയാക്ഷൻ? വോൾഫിഷ്ണർ ആണ്. അപ്പൊ ഇവിടെ ഈ ഓക്സിജൻ പോയിട്ട് കീറ്റോ ഗ്രൂപ്പ് പോയിട്ട് അവിടെ 2 ഹൈഡ്രജൻ വരും അല്ലെ? ഓപ്ഷൻ ബി, സൈക്ലോപെന്റീൻ. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ നെയിംഡ് റിയാക്ഷൻ. എളുപ്പല്ലേ? Yes, Wolff-Kishner reaction. Conversion of carbonyl functionality directly to its hydrocarbon in acidic media can be achieved by. ആലോചിക്കണം. കാർബണൽ ഫംഗ്ഷനാലിറ്റി ഡയറക്ട്ലി ടു ഇറ്റ്സ് ഹൈഡ്രോകാർബൺ ഇൻ അസിഡിക് മീഡിയ. ഏതാ? ക്ലെമൻസൺ റിഡക്ഷൻ. അമാൽഗമേറ്റഡ് സിങ്കും HCl ഉം. ആൻസറിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് കേട്ടോ. ബേസിക് മീഡിയ ആയിരുന്നെങ്കിൽ ഓപ്ഷൻ ഡി അല്ലേ? നെക്സ്റ്റ്, സോഡിയം ബോറോ, തമിഴ്നാട് PSC ഡ്രഗ് ഇൻസ്പെക്ടറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോഡിയം ബോറോ ഹൈഡ്രൈഡ് സെലക്ടീവ്ലി റെഡ്യൂസസ്. ഏതാ? ഏതാ? ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. കൊളസ്ട്രോൾ ഓൺ ഓപ്പണർ ഓക്സിഡേഷൻ ഗിവ്സ്. ഏതായിരുന്നു നമ്മൾ പറഞ്ഞേ? കൊളസ്ട്രോളിന്റെ ശബ്ദം നോക്കൂ. യെസ്, കൊറാണോ? ഇതില് ഏത് പൊസിഷനിലെ ഡബിൾ ബോണ്ട് ഉള്ള? ഡബിൾ ബോണ്ട് ഏതിലുള്ള? 1 2 3. എവിടെയുള്ള ഏത് പൊസിഷനിലെ ഡബിൾ ബോണ്ട് ഉള്ള? ഇവിടെ പ്രൊഡക്റ്റില് 4th പൊസിഷൻ. ആൻസർ അത് പിന്നെ എല്ലാം കോമൺ ആയതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഏത് പൊസിഷനിലായിരുന്നു OH എന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ കൊളസ്റ്റ് 4 in 3 on. ഏതാ? ഓപ്ഷൻ സി. The reaction by which indole is converted into 3-dimethyl amino methyl indole. നമ്മുടെ 2024 DIക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മാനിച്ച് റിയാക്ഷൻ. ഏതാ? മാനിച്ച് റിയാക്ഷൻ ആണ്. മാനിച്ച് റിയാക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് ഫോർമാൽഡിഹൈഡ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട് അല്ലെ? എന്തായിട്ട് മാറും? ഗ്രാമിനായിട്ട് മാറും. ഗ്രാമിൻ. 3-dimethyl amino methyl indole ഗ്രാമിൻ. ഓക്കെ, ആൻസർ ഇസ് മാനിഷ് റിയാക്ഷൻ. In which heterocyclic ring the numbering of ring atoms does not start on heteroatom? യൂഷ്വലി ഞാൻ പറഞ്ഞു ഏത് റിംഗ് ആണെന്നുണ്ടെങ്കിലും ക്വിനോളിനും ഐസോക്വിനോളിനും ക്വിനോളിനും തയോഫീനും ഇൻഡോളും ഒക്കെ എന്താ ഹെട്രോ ആറ്റം എന്നാണ് നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യുക. വേറെ അക്രിഡിനിൽ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്? അക്രിനിലെ ഏറ്റവും ലാസ്റ്റ് നമ്പർ ആണ് ഹെട്രോ ആറ്റത്തിന് കിട്ടുന്നത്. യെസ്, അപ്പൊ അക്രിഡിനാണ്. Naphthalene undergoes electrophilic substitution reactions primarily at P1. Which of the following reaction employs amalgamated zinc and concentrated HCl as the reducing agent? ഓപ്ഷൻ ബി. Option B, Clemmensen reduction. Yes. Imidazole is isomeric with. Imidazole is isomeric with. നമ്മുടെ എക്സാമിന് ചോദിച്ചതാണ്. ഏതാ? ഞാൻ നേരത്തെ സ്ട്രക്ചർ പറഞ്ഞിരുന്നു അല്ലെ? ദിസ് ഇസ് ഇമിഡസോൾ, ദിസ് ഇസ് പൈറസോൾ. രണ്ടും തമ്മിൽ എന്താ ഡിഫറൻസ്? നൈട്രജന്റെ പൊസിഷനിലാണ് വ്യത്യാസം അല്ലെ? സോ ഇമിഡസോൾ ഇസ് ഐസോമറിക് വിത്ത് ഓപ്ഷൻ സി, പൈറസോൾ. ക്ലിയർ അല്ലേ? ഇൻ ദ അസിസ്റ്റന്റ് പ്രൊഫസർ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻ പ്രൊപ്പനോൾ ദി ആരോമാറ്റിക് ഗ്രൂപ്പ് പ്രസന്റ് ഇസ്. ഏതാ പ്രൊപ്പനോളില്? Yes, very good, very good. Naphthalene. Ethylene diamine antihistamine ഏതാ? ഇത് ഞാൻ അമീൻ ആയതുകൊണ്ട് ആഡ് ചെയ്തതാണ് കേട്ടോ. അലിഫാറ്റിക് അമീൻ ആണല്ലോ. ഏതാ? ഡൈഫൻഹൈഡ്രമിൻ ആണോ? ഏതാ? ഏതാ? മെക്ലിസൻ ആണോ? Ethylene diamine derivatives, tryptophanamine, methapelin. മെപ്പൈറമിൻ അല്ല, ട്രിപ്പിളനാമിനും മെത്താപൈറലിനും ഒക്കെയാണ് എക്സാമ്പിൾസ്. ആൻസർ മെത്താപൈറൽ. Which of the following statement is true about amines? ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ.
ഏതാ A. ഏതാ Primary undergo. യെസ് പ്രൈമറി മീൻസ് അണ്ടർഗോ കാർബൈലമൈൻ റിയാക്ഷൻ. പ്രൈമറി ആരോമാറ്റിക് അമീൻ സ്പെസിഫിക് ആണെങ്കിൽ ഏതായിരുന്നു നമ്മൾ പറഞ്ഞേ? അസോ Azodite. ഇത് ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതൊക്കെ പ്രീവിയസ് ആണ്. pyridinous ലെസ് ബേസിക് ദാൻ aliphatic amines because the lone pair of electron on nitrogen atom in pyridinous present in ഏത് ഓർബിറ്റലിലാണുള്ളതെന്നാണ് ചോദ്യം. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അസിസ്റ്റന്റ് പ്രൊഫസർ എന്നാണ് തോന്നുന്നു. sp2 ഏതാ ഏതില്ല? sp2 ഹൈബ്രിഡ് ഓർബിറ്റ് ആണ്. യെസ് pyridinല് നൈട്രജൻ sp2 ഹൈബ്രിഡൈസേഷൻ ആണ് കേട്ടോ. ഡയസോണിയം സോൾട്സ് ആർ യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് തമിഴ്നാട് DI എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഏതാ ഏതാ ക്ലിയർ അല്ലേ? ഏതാ ഡൈ ആണ്. അനിലിൻ റിയാക്ട്സ് വിത്ത് കാർബണിൽ ക്ലോറൈഡ് ടു ഫോം ബീഹാർ ഡ്രഗ് ഇൻസ്പെക്ടർ എക്സാം 1998. ഏതാ? കോർഷ്യസ് റിയാക്ഷൻ ആണ് അല്ലേ? കോർഷ്യസ് റിയാക്ഷൻ ആണ്. അപ്പോ എന്താ ഫോം ചെയ്യുന്നത്? ഐസോ കോർഷ്യസ് മറന്നോ? ഐസോസയനേറ്റ് ആണ്. പ്യൂരിൻ റിംഗ് സിസ്റ്റം ഇസ് ഫ്യൂഷൻ ഓഫ് ഏതാണ് പ്യൂരിൻ റിംഗ്? ഏതാ? Pyrimidine with imidazole. pyridine Imidazole. Pyrimidine Imidazole. ഉറപ്പിച്ചറിയോ? Pyrimidine. ഓപ്ഷൻ ബി 2 ഏതാ? pyrimidine പിന്നെ ഫ്യൂസ്ഡ് വിത്ത് imidazole. അപ്പൊ pyrimidine ആൻഡ് sand reaction is used to prepare aryl halide. aryl halides. ഏതിലാ പഠിച്ചത് നമ്മളത്? സാൻഡ്മയർ റിയാക്ഷൻ. alkyl halide. ആൽക്കൽ ഹലൈഡ്സും ഡയസോണിയം സോൾട്സും കൂടെ അല്ലേ? അറൈൽ ഹലൈഡ്സ് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സാൻഡ്മയർ റിയാക്ഷൻ. കാർബോക്സിലിക് ആസിഡ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ Lithium aluminum hydride. Again, pyridinous basic because of Pair of electrons. pair of electrons on Nitrogen. nitrogen. Yes. Confusion ഉണ്ടോ ഇനി എന്തിലെങ്കിലും?